ഉഭയജീവികളുടെ ശ്വാസമെടുക്കുന്ന രീതികൾ ഏതൊക്കെയാണ്? തൊലിയിലൂടെ, ചെകിളപ്പൂക്കളിലൂടെ, ഗിൽസ്, ശ്വാസകോശങ്ങളിലൂടെ, ലങ്സ്. ഉഭയജീവികൾക്ക് ശ്വാസമെടുക്കാൻ ഒന്നിലധികം മാർഗങ്ങളുണ്ട്. അവയുടെ ജീവിതചക്രത്തിലെ ഘട്ടങ്ങളെ ആശ്രയിച്ച് തൊലിയിലൂടെയും, ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ, ചെകിളപ്പൂക്കളിലൂടെയും, ലാവൽ സ്റ്റേജ്, ശ്വാസകോശങ്ങളിലൂടെയും, അഡൽട്ട് സ്റ്റേജ്, അവ ശ്വാസമെടുക്കുന്നു. ഈ പ്രത്യേകത അവയെ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ സഹായിക്കുന്നു. ഉഭയജീവികളുടെ ഹൃദയത്തിൽ എത്ര അറകളുണ്ട്? 3 അറകൾ, 2 ആട്രിയയും ഒരു വെൻട്രിക്കിളും. ഉഭയജീവികളുടെ ഹൃദയത്തിന് 3 അറകളാണുള്ളത്, 2 ആട്രിയയും ഒരു വെൻട്രിക്കിളും. ഈ ഘടന ഹൃദയത്തിന് ഓക്സിജൻ ലഭിച്ചതും ലഭിക്കാത്തതുമായ രക്തം ഭാഗികമായി കലർത്താൻ ഇടയാക്കുന്നു. പക്ഷേ ഇത് അവയുടെ ശരീരഘടനയ്ക്കും ജീവിതരീതിക്കും അനുയോജ്യമായതാണ്. ഉരഗങ്ങൾ, റെപ്റ്റൈൽസ്, ഊഷ്മള രക്തമുള്ളവയാണോ അതോ ശീതള രക്തമുള്ളവയാണോ? ശീതള രക്തമുള്ളവ ഹെറ്ററോതെർമിക്. ഉരഗങ്ങൾ, റെപ്റ്റൈൽസ്, ശീതള രക്തമുള്ള കോൾഡ് ബ്ലഡഡ്, ഹെറ്ററോതെർമിക് ജീവികളാണ്. അവയുടെ ശരീര താപനില ചുറ്റുപാടിന്റെ താപനിലയ്ക്ക് അനുസരിച്ച് മാറുന്നു. അതിനാൽ സൂര്യപ്രകാശം ഏൽക്കുകയോ തണുത്ത സ്ഥലങ്ങളിൽ അഭയം തേടുകയോ ചെയ്ത് അവ ശരീര താപനില നിയന്ത്രിക്കുന്നു. സാധാരണ 3 അറകളുള്ള ഹൃദയത്തിൽ നിന്ന് വ്യത്യസ്തമായി 4 അറകളുള്ള ഹൃദയമുള്ള ഉരഗമേത്? മുതല. മുതലകൾക്ക് 4 അറകളുള്ള ഹൃദയമാണുള്ളത്. ഇത് മിക്ക ഉരഗങ്ങൾക്കും കാണുന്ന 3 അറകളുള്ള ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രധാന വ്യതിയാനമാണ്. ഇത് അവയുടെ പരിണാമപരവും ശാരീരികവുമായ സവിശേഷതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. കൂടുണ്ടാക്കുന്ന ഒരേയൊരു പാമ്പ് ഏതാണ്? രാജവെമ്പാല, ഓഫിയോഫഗസ് ഹാന. രാജവെമ്പാല, കിങ് കോബ്ര, ലോകത്തിലെ ഏറ്റവും വലിയ വിഷപ്പാമ്പുകളിൽ ഒന്നാണ്. ഇത് സ്വന്തമായി കൂടുണ്ടാക്കുകയും അതിൽ മുട്ടയിട്ട് അടയിരിക്കുകയും ചെയ്യുന്ന ഒരേയൊരു പാമ്പാണ്. ഈ സവിശേഷത അതിന്റെ ജൈവിക പ്രത്യേകതകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പായി കണക്കാക്കപ്പെടുന്നത് ഏതാണ്? കടൽപ്പാമ്പ്, ഹൈഡ്രഫിസ് സ്പീഷീസ്. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പായി കണക്കാക്കുന്നത് കടൽപ്പാമ്പുകളെയാണ്, സീ സ്നേക്ക്, ഹൈഡ്രഫിസ് സ്പീഷീസ്. ഇവയുടെ വിഷം കരയിലെ പാമ്പുകളുടേതിനേക്കാൾ വളരെ ശക്തമാണ്. എന്നിരുന്നാലും ഇവ മനുഷ്യരെ കടിക്കുന്നത് അപൂർവമാണ്. ഏത് ഭൗമയുഗമാണ് ഉരഗങ്ങളുടെ യുഗം എന്നറിയപ്പെടുന്നത്? മെസോസോയിക് യുഗം. മെസോസോയിക് യുഗം, മെസസോയിക് ഈറ, ഏകദേശം 252 മുതൽ 66 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് വരെ നീണ്ടുനിന്ന കാലഘട്ടമാണ്. ഈ സമയത്താണ് ദിനോസറുകൾ ഉൾപ്പെടെയുള്ള വലിയ ഉരഗങ്ങൾ ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ചത്. അതിനാലാണ് ഇത് ഉരഗങ്ങളുടെ യുഗം എന്നറിയപ്പെടുന്നത്. പക്ഷിയുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകൾ. പക്ഷികളുടെ ഹൃദയത്തിന് മനുഷ്യരുടേതിന് സമാനമായി 4 അറകളുണ്ട്, 2 ഏട്രിയയും 2 വെൻട്രിക്കിളുകളും. ഇത് ശുദ്ധരക്തത്തെയും അശുദ്ധരക്തത്തെയും വേർതിരിച്ച് കാര്യക്ഷമമായ രക്തചംക്രമണം ഉറപ്പാക്കുന്നു. ഇത് പക്ഷികളുടെ ഉയർന്ന ഊർജ്ജ നിലയ്ക്ക് അത്യാവശ്യമാണ്. പക്ഷികൾ ഉഷ്ണരക്തമുള്ളവയാണോ അതോ ശീതരക്തമുള്ളവയാണോ? ഉഷ്ണരക്തമുള്ളവ ഹോമിയോതെർമിക്. പക്ഷികൾ ഉഷ്ണരക്തമുള്ള ജീവികളാണ്, ഹോമിയോതെർമിക്. അതായത് അവയ്ക്ക് ശരീരത്തിലെ താപനില പരിസ്ഥിതിയുടെ താപനിലയിൽ നിന്ന് സ്വതന്ത്രമായി സ്ഥിരമായി നിലനിർത്താൻ കഴിയും. ഈ കഴിവ് അവയ്ക്ക് വൈവിധ്യമാർന്ന കാലാവസ്ഥകളിൽ ജീവിക്കാൻ സഹായിക്കുന്നു. പക്ഷികളുടെ പറക്കുന്നതിന് സഹായിക്കുന്ന അസ്ഥികളുടെ പ്രത്യേകത എന്താണ്? അവ പൊള്ളയായ അസ്ഥികളാണ്, ന്യൂമാറ്റിക് ബോൺസ്, കൂടാതെ അസ്ഥിമജ്ജ അടങ്ങിയിട്ടില്ല. പക്ഷികളുടെ അസ്ഥികൾ പൊള്ളയായതും ന്യൂമാറ്റിക് ബോൺസ്, അസ്ഥിമജ്ജ ഇല്ലാത്തതുമാണ്. ഈ പ്രത്യേകത അവയുടെ ശരീരഭാരം കുറക്കാനും പറക്കൽ എളുപ്പമാക്കാനും സഹായിക്കുന്നു. ഈ അസ്ഥിഘടന പക്ഷികളുടെ വ്യോമജീവിതത്തിന് അനുയോജ്യമാണ്. പക്ഷികളുടെ ശബ്ദാവയവം ഏതാണ്? സിറിങ്സ്, സിറിങ്സ്. പക്ഷികളുടെ ശബ്ദാവയവം സിറിങ്സ്, സിറിങ്സ് എന്നറിയപ്പെടുന്നു. ശ്വാസനാളത്തിന്റെ താഴത്തെ ഭാഗത്താണ് ഇത് കാണപ്പെടുന്നത്. സിറിങ്സ് ഉപയോഗിച്ചാണ് പക്ഷികൾക്ക് പാടാനും വിവിധതരം ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാനും കഴിയുന്നത്. പക്ഷികളിൽ സാധാരണയായി മൂത്രാശയം കാണപ്പെടാറുണ്ടോ? ഇല്ല, സാധാരണയായി കാണപ്പെടാറില്ല. പക്ഷികളിൽ സാധാരണയായി മൂത്രാശയം, യുറിനറി ബ്ലാഡർ, കാണപ്പെടാറില്ല. ഇത് പക്ഷികളുടെ ശരീരഭാരം കുറക്കാനും പറക്കൽ എളുപ്പമാക്കാനും സഹായിക്കുന്ന ഒരു പരിണാമപരമായ അഡാപ്റ്റേഷനാണ്. യൂറിക് ആസിഡിന്റെ രൂപത്തിൽ മാലിന്യങ്ങൾ ഇവ പുറന്തള്ളുന്നു.
മറ്റു പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിടുന്ന കൂടുപരാതത്വം പക്ഷി ഏതാണ്? കുയിൽ. കുയിൽ കൊക്കു കൂടുപരാതത്വം ബ്രൂഡ് പാരസൈറ്റിസം എന്ന പ്രതിഭാസത്തിന് പേരുകേട്ട പക്ഷിയാണ്. ഇത് സ്വന്തമായി കൂടുണ്ടാക്കാതെ മറ്റു പക്ഷികളുടെ കൂട്ടിൽ മുട്ടയിടുകയും ആ പക്ഷികളെക്കൊണ്ട് മുട്ടകൾ വിരിയിച്ച് കുഞ്ഞുങ്ങളെ പരിപാലിക്കുകയും ചെയ്യിക്കുന്നു. സസ്തനികൾ ഉഷ്ണരക്തമുള്ളവയാണോ അതോ ശീതരക്തമുള്ളവയാണോ? ഉഷ്ണരക്തമുള്ളവയാണ് ഹോമിയോതെർമിക്. സസ്തനികൾ ഉഷ്ണരക്തമുള്ള ജീവികളാണ്, അതായത് അവയ്ക്ക് ശരീരത്തിലെ താപനില പരിസ്ഥിതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് സ്വയം ക്രമീകരിക്കാൻ കഴിയും. ഈ സ്വഭാവം അവയുടെ ആന്തരിക പ്രവർത്തനങ്ങൾ സ്ഥിരമായി നിലനിർത്താൻ സഹായിക്കുന്നു. സസ്തനികളുടെ ചർമ്മത്തിൽ കാണുന്ന ഗ്രന്ഥികൾ ഏതാണ്? വിയർപ്പ് ഗ്രന്ഥികളും എണ്ണഗ്രന്ഥികളും. സസ്തനികളുടെ ചർമ്മത്തിൽ വിയർപ്പ് ഗ്രന്ഥികളും എണ്ണഗ്രന്ഥികളും സെബേഷ്യസ് ഗ്രന്ഥികൾ കാണപ്പെടുന്നു. വിയർപ്പ് ഗ്രന്ഥികൾ ശരീര താപനില നിയന്ത്രിക്കാൻ സഹായിക്കുമ്പോൾ എണ്ണഗ്രന്ഥികൾ ചർമ്മത്തെയും രോമങ്ങളെയും മൃദുലവും ഈർപ്പമുള്ളതുമായി നിലനിർത്തുന്നു. സസ്തനികളുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4 അറകൾ, 2 ഏട്രിയയും 2 വെൻട്രിക്കിളുകളും. സസ്തനികളുടെ ഹൃദയത്തിന് 4 അറകളാണുള്ളത്, 2 ഏട്രിയയും 2 വെൻട്രിക്കിളുകളും. ഈ 4 അറകളുള്ള ഹൃദയം ഓക്സിജൻ അടങ്ങിയ രക്തത്തെയും ഓക്സിജൻ കുറഞ്ഞ രക്തത്തെയും വേർതിരിച്ചു പമ്പ് ചെയ്യാൻ സഹായിക്കുന്നു. ഇത് കാര്യക്ഷമമായ രക്തചംക്രമണം ഉറപ്പാക്കുന്നു. സസ്തനികളുടെ ചുവന്ന രക്താണുക്കൾക്ക് സാധാരണയായി മർമ്മമുണ്ടാകുമോ? ഇല്ല, സാധാരണയായി അവയ്ക്ക് മർമ്മമുണ്ടാകാറില്ല, ഒട്ടകങ്ങൾക്കും ലാമകൾക്കും ഒഴികെ. സസ്തനികളുടെ ചുവന്ന രക്താണുക്കൾക്ക് സാധാരണയായി മർമ്മമുണ്ടാകാറില്ല. മർമ്മമില്ലാത്തതിനാൽ കൂടുതൽ ഹീമോഗ്ലോബിൻ ഉൾക്കൊള്ളാനും കൂടുതൽ ഓക്സിജൻ വഹിക്കാനും അവയ്ക്ക് സാധിക്കുന്നു. എന്നാൽ ഒട്ടകങ്ങളുടെയും ലാമകളുടെയും ചുവന്ന രക്താണുക്കൾക്ക് മർമ്മമുണ്ട് എന്നൊരു അപവാദമുണ്ട്. എല്ലാ സസ്തനികളുടെയും ഒരു സവിശേഷമായ ബാഹ്യരൂപം എന്താണ്? ചെവിപ്പല്ലവം, ബാഹ്യചെവിയുടെ പാളി. ചെവിപ്പല്ലവം അഥവാ ബാഹ്യചെവി പിന്ന എല്ലാ സസ്തനികളുടെയും ഒരു പ്രധാന ബാഹ്യ സവിശേഷതയാണ്. ഇത് ശബ്ദതരംഗങ്ങളെ ശേഖരിച്ച് അകത്തെ ചെവിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്നു. സസ്തനികളിൽ എത്ര ജോഡി കപാലനാഡികൾ കാണപ്പെടുന്നു? 12 ജോഡി. സസ്തനികളുടെ തലച്ചോറിൽ നിന്ന് ഉത്ഭവിക്കുന്ന 12 ജോഡി കപാലനാഡികളുണ്ട്. ഈ നാഡികൾ സംവേദനം, ചലനം, ഗ്രന്ഥികളുടെ പ്രവർത്തനം എന്നിവയുൾപ്പെടെ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു. സസ്തനികളിൽ മുട്ടയിടുന്ന ഉപവിഭാഗം ഏതാണ്? പ്രോട്ടോതീരിയ. പ്രോട്ടോതീരിയ ഉപവിഭാഗത്തിൽപ്പെട്ട സസ്തനികൾ മുട്ടയിടുന്നവയാണ്. ഇവയെ മോണോട്രീംസ് എന്നും അറിയപ്പെടുന്നു. പ്ലാറ്റിബസ്, എക്കിഡ്ന എന്നിവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. സസ്തനികളിൽ ഏത് ഉപവിഭാഗമാണ് സഞ്ചിയിൽ വളരുന്ന അകാലത്തിൽ പിറന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്? മെറ്റാതീരിയ. മെറ്റാതീരിയ ഉപവിഭാഗത്തിൽപ്പെട്ട സസ്തനികൾ അകാലത്തിൽ പിറന്ന കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ഈ കുഞ്ഞുങ്ങൾ അമ്മയുടെ ശരീരത്തിലെ ഒരു സഞ്ചിയിൽ മാർസൂപ്പിയം വെച്ച് പൂർണ്ണ വളർച്ചയെത്തുന്നു. കങ്കാരു, കോല തുടങ്ങിയവ ഈ വിഭാഗത്തിൽപ്പെടുന്നു. സസ്തനികളിൽ ഏത് ഉപവിഭാഗമാണ് പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത്? യൂതീരിയ. യൂതീരിയ ഉപവിഭാഗത്തിൽപ്പെട്ട സസ്തനികൾ പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നു. ഇവയെ പ്ലാസന്റൽ സസ്തനികൾ എന്നും അറിയപ്പെടുന്നു. മനുഷ്യൻ, നായ, പൂച്ച തുടങ്ങിയ മിക്ക സസ്തനികളും ഈ വിഭാഗത്തിൽപ്പെടുന്നു. സസ്തനികളിൽ കുഫർ കോശങ്ങൾ എവിടെയാണ് കാണപ്പെടുന്നത്? കരളിൽ. സസ്തനികളുടെ കരളിൽ കാണുന്ന പ്രത്യേകതരം മാക്രോഫേജുകളാണ് കുഫർ കോശങ്ങൾ. ഇവ കരളിന്റെ പ്രതിരോധ വ്യവസ്ഥയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും രക്തത്തിലെ മാലിന്യങ്ങളെയും രോഗാണുക്കളെയും നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ബയോളജിയിൽ ടിഷ്യുവിന്റെ കലയുടെ നിർവചനം എന്താണ്? ഒരേ ഘടനയും പ്രവർത്തനവുമുള്ള ഒരു കൂട്ടം കോശങ്ങൾ ഒരുമിച്ച് ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്നതാണ് ടിഷ്യു. കലകൾ, ടിഷ്യു, ഒരു ജീവിയുടെ അടിസ്ഥാന ഘടനാപരമായതും പ്രവർത്തനപരവുമായ യൂണിറ്റുകളാണ്. സസ്യങ്ങളിലും ജന്തുക്കളിലും വിവിധതരം കലകൾ കാണപ്പെടുന്നു. അവ ശരീരത്തിലെ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുന്നു. 1857 എന്ന പുസ്തകം രചിച്ചത് ആര്? എസ്.എൻ. സെൻ രചിച്ച 1857 1857 ലെ കലാപത്തെക്കുറിച്ചുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ചരിത്രഗ്രന്ഥമാണ്.
കലാപം ഒരു ശിപായി ലഹളയായി ആരംഭിച്ച് പിന്നീട് വിവിധ മേഖലകളിൽ ജനകീയ പങ്കാളിത്തത്തോടെ വ്യാപിച്ച ഒന്നായി മാറിയെന്ന് അദ്ദേഹം ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നു. ദി ഗ്രേറ്റ് റെബല്യൺ എന്ന പുസ്തകം രചിച്ചത് ആര്? അശോക് മേത്ത. അശോക് മേത്ത രചിച്ച ദി ഗ്രേറ്റ് റെബല്യൺ 1857-ലെ കലാപത്തെക്കുറിച്ചുള്ള ഒരു പ്രധാന പഠനമാണ്. കലാപം ഒരു വലിയ ജനകീയ മുന്നേറ്റമായിരുന്നുവെന്നും ഇത് ഇന്ത്യൻ ദേശീയതയുടെ തുടക്കത്തെ സൂചിപ്പിക്കുന്നുവെന്നും അദ്ദേഹം തന്റെ പുസ്തകത്തിൽ വാദിക്കുന്നു. കലാപത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള ചർച്ചകളിൽ ഈ പുസ്തകം ഒരു പ്രധാന പങ്കുവഹിച്ചു. ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന പുസ്തകം രചിച്ചത് ആര്? വി.ഡി. സവർക്കർ. വി.ഡി. സവർക്കർ രചിച്ച ദി ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 എന്ന പുസ്തകം 1857-ലെ കലാപത്തെ ഒരു ശിപായി ലഹളയായി കാണാതെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യസമരമായി വിശേഷിപ്പിച്ചു. ഈ പുസ്തകം ഇന്ത്യൻ ദേശീയതാവാദികളെ പ്രചോദിപ്പിക്കുകയും കലാപത്തിന് ഒരു പുതിയ വ്യാഖ്യാനം നൽകുകയും ചെയ്തു. ദി ശിപായി മ്യൂട്ടിനി ആൻഡ് ദി റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം രചിച്ചത് ആര്? ആർ.സി. മജുംദാർ. പ്രമുഖ ചരിത്രകാരനായ ആർ.സി. മജുംദാർ രചിച്ച ദി ശിപായി മ്യൂട്ടിനി ആൻഡ് ദി റിവോൾട്ട് ഓഫ് 1857 എന്ന പുസ്തകം 1857-ലെ കലാപത്തെ ഒരു ദേശീയ സ്വാതന്ത്ര്യസമരമായി കണക്കാക്കാൻ വിസമ്മതിച്ചു. ഇതൊരു ശിപായി ലഹളയായി തുടങ്ങിയെന്നും പിന്നീട് പ്രാദേശിക പ്രശ്നങ്ങളും താൽപര്യങ്ങളും മൂലം പലയിടങ്ങളിലായി പൊട്ടിപ്പുറപ്പെട്ട ജനകീയ മുന്നേറ്റമായി മാറിയെന്നും അദ്ദേഹം വാദിച്ചു. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആര്, എപ്പോഴാണ്? രാജാറാം മോഹൻ റോയ് 1828 ഓഗസ്റ്റ് 20-ന്. 1828 ഓഗസ്റ്റ് 20-ന് രാജാറാം മോഹൻ റോയ് കൊൽക്കത്തയിൽ സ്ഥാപിച്ച ബ്രഹ്മസമാജം ഇന്ത്യൻ നവോത്ഥാനത്തിലെ ഒരു പ്രധാന പ്രസ്ഥാനമാണ്. ഏകദൈവാരാധന പ്രോത്സാഹിപ്പിക്കുകയും സതി, ബാലവിവാഹം തുടങ്ങിയ സാമൂഹിക തിന്മകൾക്കെതിരെ പോരാടുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ സംഘടന പിന്നീട് ആത്മീയ സഭയുടെ തുടർച്ചയായി വളർന്നു. സതി സമ്പ്രദായം നിർത്തലാക്കുന്നതിനായി സാഹിത്യകൃതികൾ രചിച്ചതിന് ഏത് സംഘടനക്കാണ് അംഗീകാരം? ബ്രഹ്മസമാജം. സതി സമ്പ്രദായം നിർത്തലാക്കുന്നതിൽ ബ്രഹ്മസമാജം ഒരു പ്രധാന പങ്ക് വഹിച്ചു. രാജാറാം മോഹൻ റോയ് ഈ പ്രാകൃത ആചാരത്തിനെതിരെ ശക്തമായി ശബ്ദമുയർത്തുകയും ലേഖനങ്ങൾ എഴുതുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ വില്യം ബെന്റിംഗ് പ്രഭുവിന് 1829-ൽ സതി നിരോധിക്കാൻ നിയമം കൊണ്ടുവരുന്നതിന് പ്രചോദനമായി. രാജാറാം മോഹൻ റോയ്ക്ക് ശേഷം ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തത് ആരാണ്? അതിന്റെ ആദ്യത്തെ പിളർപ്പിന് കാരണമെന്തായിരുന്നു? രാംമോഹൻ റോയ്ക്ക് ശേഷം ദേബേന്ദ്രനാഥ് ടാഗോർ നേതൃത്വം ഏറ്റെടുത്തു. പിന്നീട് കേശവചന്ദ്ര സെൻ നേതൃത്വം നൽകി. അദ്ദേഹത്തിന്റെ ലിബറൽ ആശയങ്ങളാണ് ബ്രഹ്മസമാജത്തിലെ ആദ്യത്തെ പിളർപ്പിന് കാരണമായത്. രാജാറാം മോഹൻ റോയ്ക്ക് ശേഷം ദേബേന്ദ്രനാഥ് ടാഗോർ ബ്രഹ്മസമാജത്തെ നയിച്ചു. എന്നാൽ പിന്നീട് കേശവചന്ദ്ര സെൻ നേതൃത്വം ഏറ്റെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ പുരോഗമനപരവും കൂടുതൽ ലിബറലുമായ പരിഷ്കരണ ആശയങ്ങൾ ദേബേന്ദ്രനാഥ് ടാഗോറിനെപ്പോലുള്ള യാഥാസ്ഥിതിക വിഭാഗങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കി. ഇത് 1866-ൽ ബ്രഹ്മസമാജത്തെ ആദ്യമായി പിളർക്കുന്നതിലേക്ക് നയിച്ചു. തൽഫലമായി ആദി ബ്രഹ്മസമാജവും ഭാരതീയ ബ്രഹ്മസമാജവും ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ രൂപീകരിച്ചു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പ്രധാന ധർമ്മം എന്താണ്? കോശസ്തരം, ന്യൂക്ലിയസ് സ്തരം എന്നിങ്ങനെയുള്ള വിവിധ സ്തരങ്ങളിലേക്ക് ആവശ്യമായ കൊഴുപ്പുകളുടെയും പ്രോട്ടീനുകളുടെയും സംവഹനം നടത്തുക എന്നതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പ്രധാന ധർമ്മം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം യൂകാരിയോട്ടിക കോശങ്ങളിലെ ഒരു പ്രധാന കോശാംഗമാണ്. ഇത് പ്രോട്ടീനുകളുടെയും ലിപിഡുകളുടെയും സംശ്ലേഷണത്തിനും പാക്കേജിംഗിനും സഹായിക്കുന്നു. പദാർത്ഥങ്ങളുടെ കോശത്തിനുള്ളിലെ ഗതാഗത ശൃംഖലയായും ഇത് പ്രവർത്തിക്കുന്നു. പ്രോട്ടീൻ സംസ്കരണത്തിലും തരംതിരിക്കുന്നതിലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പങ്ക് തെളിയിച്ച കോശശാസ്ത്രജ്ഞൻ ആരാണ്? 1960-കളിൽ കോശശാസ്ത്രജ്ഞനായ ജോർജ് ഇ പാലഡെയാണ് പ്രോട്ടീൻ സംസ്കരണത്തിലും തരംതിരിക്കുന്നതിലും എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ പങ്ക് തെളിയിച്ചത്. ജോർജ് ഇ പാലഡെ ഒരു റൊമാനിയൻ അമേരിക്കൻ കോശശാസ്ത്രജ്ഞനാണ്. കോശാംഗങ്ങളുടെ ഘടനയും പ്രവർത്തനവും സംബന്ധിച്ച പഠനങ്ങൾക്ക് 1974-ൽ അദ്ദേഹത്തിന് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, റൈബോസോമുകൾ എന്നിവയുടെ പ്രാധാന്യം വെളിപ്പെടുത്തിയതിൽ അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ നിർണായകമായിരുന്നു.
ഏത് കോശാംഗമാണ് പ്രോട്ടീൻ ഫാക്ടറി എന്ന് അറിയപ്പെടുന്നത്? റൈബോസോമുകളാണ് പ്രോട്ടീൻ ഫാക്ടറി എന്ന് അറിയപ്പെടുന്നത്. റൈബോസോമുകൾ പ്രോട്ടീൻ നിർമ്മാണത്തിന് സഹായിക്കുന്ന കോശാംഗങ്ങളാണ്. മെസഞ്ചർ RNA, mRNA തന്മാത്രകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് അമിനോ ആസിഡുകളെ ശരിയായ ക്രമത്തിൽ ചേർത്ത് പ്രോട്ടീനുകൾ നിർമ്മിക്കുന്നത് ഇവയാണ്. യൂകാരിയോട്ടിക, പ്രോകരിയോട്ടിക കോശങ്ങളിൽ റൈബോസോമുകൾ കാണപ്പെടുന്നു. ബാക്ടീരിയൽ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റുകളിലും മൈറ്റോകോൺട്രിയയിലും ഏതുതരം റൈബോസോമുകളാണ് കാണപ്പെടുന്നത്? 70S റൈബോസോമുകളാണ് ബാക്ടീരിയൽ കോശങ്ങളിലും ക്ലോറോപ്ലാസ്റ്റുകളിലും മൈറ്റോകോൺട്രിയയിലും കാണപ്പെടുന്നത്. 70S റൈബോസോമുകൾ 50S, 30S എന്നിങ്ങനെയുള്ള രണ്ട് ഉപഘടകങ്ങൾ ചേർന്നതാണ്. പ്രോകരിയോട്ടിക കോശങ്ങളിലെ റൈബോസോമുകളാണ് ഇവ. യൂകാരിയോട്ടിക കോശങ്ങളിൽ കാണപ്പെടുന്നത് 80S റൈബോസോമുകളാണ്. പ്രോട്ടീൻ സംശ്ലേഷണ സമയത്ത് ഒരു ഒറ്റ mRNA തന്മാത്രയിൽ നിരവധി റൈബോസോമുകൾ കൂടിച്ചേരുമ്പോൾ അതിനെ എന്തു പറയുന്നു? പ്രോട്ടീൻ സംശ്ലേഷണ സമയത്ത് ഒരു ഒറ്റ mRNA തന്മാത്രയിൽ നിരവധി റൈബോസോമുകൾ കൂടിച്ചേരുമ്പോൾ അവയെ പോളിസോം, എർഗോസോം അല്ലെങ്കിൽ പോളിറൈബോസോം എന്ന് വിളിക്കുന്നു. ഒരു mRNA തന്മാത്രയിൽ ഒരേ സമയം നിരവധി റൈബോസോമുകൾ അറ്റാച്ച് ചെയ്യപ്പെടുന്നത് പ്രോട്ടീൻ സംശ്ലേഷണത്തിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. ഇത് ഒരേ mRNAയിൽ നിന്ന് ഒരേ സമയം നിരവധി പ്രോട്ടീൻ തന്മാത്രകൾ നിർമ്മിക്കാൻ കോശങ്ങളെ സഹായിക്കുന്നു. സ്ഫെനോപ്സിഡയുടെ ഏക നിലവിലുള്ള പ്രതിനിധീകരിക്കുന്ന സസ്യവർഗം ഏതാണ്? ഇക്വിസെറ്റും എക്വസീറ്റും ആണ് സ്ഫെനോപ്സിഡയുടെ ഏക നിലവിലുള്ള പ്രതിനിധീകരിക്കുന്ന സസ്യവർഗം. ഇക്വിസെറ്റും സാധാരണയായി ഹോർസ്ടെയിൽസ്, ഹോസ്റ്റേൽസ് എന്നറിയപ്പെടുന്നു. ടെറിഡോഫൈറ്റ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സസ്യമാണ്. ഇവയുടെ തണ്ടുകൾക്ക് സവിശേഷമായ രൂപവും ചിലപ്പോൾ സിലിക്കയുടെ സാന്നിധ്യവുമുണ്ട്. ഈ സസ്യം പണ്ടുകാലത്ത് വലിയ വനങ്ങളായി ഭൂമിയിൽ വ്യാപകമായിരുന്നു. ഗോൾജി കോംപ്ലക്സ് കണ്ടെത്തിയത് ആരാണ്? ഏതു വർഷം? 1898 കാമില്ലോ ഗോൾജി ഒരു മൃഗകോശത്തിൽ ഗോൾജി കോംപ്ലക്സ് കണ്ടെത്തി. കാമില്ലോ ഗോൾജി ഒരു ഇറ്റാലിയൻ ഭിഷഗ്വരനും ശാസ്ത്രജ്ഞനുമായിരുന്നു. നാഡീവ്യവസ്ഥയുടെ ഘടനയെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് 1906 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. ഗോൾജി കോംപ്ലക്സ് യൂകാരിയോട്ടിക കോശങ്ങളിലെ ഒരു പ്രധാന കോശാംഗമാണ്. ഒരു കോശത്തിൽ ഗോൾജി അപ്പാരറ്റസിന്റെ പ്രധാന ധർമ്മം എന്താണ്? കോശത്തിനുള്ളിലെ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കോ കോശത്തിന് പുറത്തേക്കോ വിതരണം ചെയ്യേണ്ട വസ്തുക്കളെ പാക്കേജ് ചെയ്യുക എന്നതാണ് ഗോൾജി അപ്പാരറ്റസിന്റെ പ്രധാന ധർമ്മം. ഗോൾജി അപ്പാരറ്റസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ നിന്ന് വരുന്ന പ്രോട്ടീനുകളെയും ലിപിഡുകളെയും സംസ്കരിച്ച് പാക്കേജ് ചെയ്യുന്നു. ഇത് കോശത്തിനുള്ളിലെ ലൈസോസോമുകളിലേക്കോ കോശസ്തരത്തിലേക്കോ കോശത്തിന് പുറത്തേക്കോ ഇവയെ എത്തിക്കാൻ സഹായിക്കുന്നു. ലൈസോസോം കണ്ടെത്തിയത് ആരാണ്? അതിന്റെ പൊതുവായ വിളിപ്പേര് എന്താണ്? 1955 ക്രിസ്റ്റ്യൻ റെനെ ഡിഡ്യൂവ് ലൈസോസോം കണ്ടെത്തി. ഇത് ആത്മഹത്യാ സഞ്ചികൾ എന്നും അറിയപ്പെടുന്നു. ക്രിസ്റ്റ്യൻ റെനെ ഡിഡ്യൂവ് ഒരു ബെൽജിയൻ സൈറ്റോളജിസ്റ്റും ബയോകെമിസ്റ്റുമായിരുന്നു. ലൈസോസോമുകളും പെറോക്സിസോമുകളും കണ്ടെത്തിയതിന് 1974 അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. കോശത്തിനുള്ളിലെ മാലിന്യങ്ങൾ ദഹിപ്പിക്കുകയും അനാവശ്യ കോശാംഗങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നതിനാലാണ് ലൈസോസോമുകൾ ആത്മഹത്യാ സഞ്ചികൾ എന്ന് അറിയപ്പെടുന്നത്. സെൻട്രോസോം കണ്ടെത്തിയത് ആരാണ്? യൂകാരിയോട്ടിക കോശങ്ങളിൽ അതിന്റെ പ്രാഥമിക പങ്ക് എന്താണ്? 1883 എഡ്വാർഡ് വാൻ ബെനഡൻ സെൻട്രോസോം കണ്ടെത്തി. ഇത് യൂകാരിയോട്ടിക കോശങ്ങളിലെ പ്രധാന മൈക്രോട്യൂബ്യൂൾ ഓർഗനൈസിംഗ് സെന്റർ MTOC ആണ്. ഇത് കോശവിഭജനം ഉൾപ്പെടെയുള്ള വിവിധ കോശപ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. സെൻട്രോസോം പ്രധാനമായും മൃഗകോശങ്ങളിലും ചില താഴ്ന്ന സസ്യങ്ങളിലും കാണപ്പെടുന്നു. ഇത് സ്പിൻഡിൽ ഫൈബറുകൾ രൂപീകരിക്കുന്നതിലൂടെ കോശവിഭജനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഇതിൽ 2 സെൻട്രിയോളുകൾ ഉൾപ്പെടുന്നു. അവ പരസ്പരം ലംബമായി ക്രമീകരിച്ചിരിക്കുന്നു. പ്ലാസ്റ്റിഡുകൾ കണ്ടെത്തിയത് ആര്? അവ പ്രധാനമായും ഏതുതരം കോശങ്ങളിലാണ് കാണപ്പെടുന്നത്? പ്ലാസ്റ്റിഡുകൾ കണ്ടെത്തിയത് ഏണസ്റ്റ് ഹെക്കലാണ്. അവ പ്രധാനമായും സസ്യകോശങ്ങളിലാണ് കാണപ്പെടുന്നത്. ഏണസ്റ്റ് ഹെക്കൽ 1866 പ്ലാസ്റ്റിഡുകൾ കണ്ടെത്തി. ഈ കോശാംഗങ്ങൾ സസ്യകോശങ്ങളിലും ചില ആൽഗകളിലും കാണപ്പെടുന്നു. പ്രകാശ സംശ്ലേഷണം, പോഷക സംഭരണം, വർണ്ണകങ്ങളുടെ ഉത്പാദനം തുടങ്ങിയ വിവിധ ധർമ്മങ്ങൾ അവ നിർവഹിക്കുന്നു. ഏത് പ്ലാസ്റ്റിഡിനെയാണ് കോശത്തിന്റെ അടുക്കള എന്ന് വിശേഷിപ്പിക്കുന്നത്? എന്തുകൊണ്ട്? ക്ലോറോപ്ലാസ്റ്റിനെയാണ് കോശത്തിന്റെ അടുക്കള എന്ന് വിശേഷിപ്പിക്കുന്നത്.
കാരണം ഇതിൽ പച്ച നിറമുള്ള ക്ലോറോഫിൽ എന്ന വർണ്ണകം അടങ്ങിയിരിക്കുന്നു. ഇത് സസ്യങ്ങളെ പ്രകാശസംശ്ലേഷണം നടത്താനും അവയുടെ സ്വന്തം ആഹാരം ഉണ്ടാക്കാനും സഹായിക്കുന്നു. ക്ലോറോപ്ലാസ്റ്റുകൾ സസ്യകോശങ്ങളിലെ പ്രധാന കോശാംഗങ്ങളാണ്. ഇവയിൽ കാണുന്ന ക്ലോറോഫിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് രാസഊർജ്ജമാക്കി മാറ്റുന്നു. ഇത് സസ്യങ്ങൾക്ക് ആഹാരം നിർമ്മിക്കാൻ അത്യന്താപേക്ഷിതമാണ്. ഈ പ്രക്രിയ നടക്കുന്നതുകൊണ്ടാണ് ക്ലോറോപ്ലാസ്റ്റുകളെ കോശത്തിന്റെ അടുക്കള എന്ന് വിശേഷിപ്പിക്കുന്നത്. പൈറിനോയിഡുകൾ എന്നാൽ എന്താണ്? അവ സാധാരണയായി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൈറിനോയിഡുകൾ മിക്ക ക്ലോറോഫൈസിയെ വിഭാഗം സസ്യങ്ങളുടെയും ക്ലോറോപ്ലാസ്റ്റുകളിൽ കാണപ്പെടുന്ന സംഭരണ ഘടനകളാണ്. പൈറിനോയിഡുകൾ പ്രധാനമായും ആൽഗകളിൽ കാണുന്ന മാംസ്യതന്മാത്രകളാൽ നിർമ്മിതമായ ഘടനകളാണ്. ഇവ അന്നജം സംഭരിക്കുന്നതിനും കാർബൺ ഡൈ ഓക്സൈഡിനെ സാന്ദ്രീകരിക്കുന്നതിനും സഹായിക്കുന്നു. ഇവ പ്രകാശസംശ്ലേഷണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. തക്കാളിയിലും മുളകിലും ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? തക്കാളിക്കും മുളകിനും ചുവപ്പ് നിറം നൽകുന്നത് ലൈക്കോപീൻ എന്ന വർണ്ണകമാണ്. ലൈക്കോപീൻ എന്നത് കരോട്ടിനോയിഡ് വിഭാഗത്തിൽപ്പെട്ട ഒരു ഓർഗാനിക് പിഗ്മെന്റാണ്. ഇത് പല ചുവപ്പ്, പിങ്ക് പഴങ്ങളിലും പച്ചക്കറികളിലും കാണപ്പെടുന്നു. ലൈക്കോപീൻ ഒരു ശക്തമായ ആന്റിഓക്സിഡന്റാണ്. ഇത് ആരോഗ്യത്തിന് ഗുണകരമാണെന്ന് പഠനങ്ങൾ പറയുന്നു. നിറമില്ലാത്തതും അന്നജം, എണ്ണ, പ്രോട്ടീൻ തന്മാത്രകൾ എന്നിവ സംഭരിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ളതുമായ പ്ലാസ്റ്റിഡ് ഏതാണ്? ല്യൂക്കോപ്ലാസ്റ്റുകൾ നിറമില്ലാത്ത പ്ലാസ്റ്റിഡുകളാണ്. സൂര്യപ്രകാശം ലഭിക്കാത്ത സസ്യഭാഗങ്ങളിൽ ഇവ കാണപ്പെടുന്നു. കൂടാതെ അന്നജം, എണ്ണ, പ്രോട്ടീൻ തന്മാത്രകൾ എന്നിവ സംഭരിക്കുകയും ചെയ്യുന്നു. ല്യൂക്കോപ്ലാസ്റ്റുകൾ സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരുതരം പ്ലാസ്റ്റിഡുകളാണ്. ഇവയ്ക്ക് വർണ്ണകങ്ങൾ ഇല്ലാത്തതുകൊണ്ട് നിറമില്ല. ഇവയുടെ പ്രധാന ധർമ്മം അന്നജം, അമിലോപ്ലാസ്റ്റുകൾ, എണ്ണ, എലൈയോപ്ലാസ്റ്റുകൾ, പ്രോട്ടീനോപ്ലാസ്റ്റുകൾ എന്നിവ സംഭരിക്കുക എന്നതാണ്. എലൈയോപ്ലാസ്റ്റുകൾ എന്നാൽ എന്താണ്? അവയുടെ പ്രധാന ധർമ്മം എന്താണ്? എലൈയോപ്ലാസ്റ്റുകൾ ല്യൂക്കോപ്ലാസ്റ്റുകളുടെ ഒരു രൂപമാണ്. അവ എണ്ണയുടെ സംശ്ലേഷണത്തിലും സംഭരണത്തിലും വൈദഗ്ധ്യം നേടിയിരിക്കുന്നു. എലൈയോപ്ലാസ്റ്റുകൾ സസ്യകോശങ്ങളിൽ കൊഴുപ്പും എണ്ണകളും സംഭരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന കോശാംഗങ്ങളാണ്. ഇവ ല്യൂക്കോപ്ലാസ്റ്റുകളുടെ ഒരു വിഭാഗത്തിൽപ്പെടുന്നു. സസ്യങ്ങളുടെ വിത്തുകളിലും മറ്റ് സംഭരണ ഭാഗങ്ങളിലും ഇവ ധാരാളമായി കാണപ്പെടുന്നു. കോശത്തിന്റെ മർമ്മം കണ്ടെത്തിയത് ആരാണ്? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? കോശത്തിന്റെ മർമ്മം 1831-ൽ റോബർട്ട് ബ്രൗൺ കണ്ടെത്തി. ഇത് കോശത്തിന്റെ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രമായി വർത്തിക്കുകയും ജീവികളുടെ മാതൃസ്വഭാവസവിശേഷതകളെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. മർമ്മം, ന്യൂക്ലിയസ്, കോശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോശാംഗങ്ങളിൽ ഒന്നാണ്. ഇത് കോശത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുകയും ജനിതക വിവരങ്ങൾ, DNA, സൂക്ഷിക്കുകയും ചെയ്യുന്നു. തലമുറകളിലേക്ക് സ്വഭാവസവിശേഷതകൾ കൈമാറുന്നതിൽ മർമ്മം നിർണായക പങ്ക് വഹിക്കുന്നു. ന്യൂക്ലിയോളസ് കണ്ടെത്തിയത് ആരാണ്? അതിൽ എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നു? ന്യൂക്ലിയോളസ് കണ്ടെത്തിയത് ഫെലിസ് ഫോണ്ടാനയാണ്. ബോമാനാണ് ഇതിന് പേര് നൽകിയത്. ഇതിൽ DNA, RNA, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിരിക്കുന്നു. ന്യൂക്ലിയോളസ് കോശമർമ്മത്തിനുള്ളിൽ കാണുന്ന ഒരു ചെറിയ സാന്ദ്രമായ ഘടനയാണ്. റൈബോസോമുകളുടെ നിർമ്മാണമാണ് ഇതിന്റെ പ്രധാന ധർമ്മം. പ്രോട്ടീൻ സംശ്ലേഷണത്തിന് ആവശ്യമായ റൈബോസോമുകൾ ഇവിടെയാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത്. ക്രോമാറ്റിൻ എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ആരാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്? ക്രോമാറ്റിൻ ന്യൂക്ലിക് ആസിഡുകളുടെയും അടിസ്ഥാന പ്രോട്ടീന്റെയും ഹിസ്റ്റോൺ മിശ്രിതം കൊണ്ട് നിർമ്മിച്ച ഒരു ന്യൂക്ലിയോ പ്രോട്ടീനാണ്. ഈ പദം ഫ്ലേമിംഗ് ആണ് ഉപയോഗിച്ചത്. ക്രോമാറ്റിൻ കോശമർമ്മത്തിനുള്ളിൽ കാണപ്പെടുന്ന DNAയും പ്രോട്ടീനുകളും ചേർന്ന ഒരു സങ്കീർണമായ ഘടനയാണ്. ഇത് DNAയെ ഒതുക്കി സൂക്ഷിക്കാൻ സഹായിക്കുന്നു. കോശവിഭജന സമയത്ത് ക്രോമാറ്റിൻ സാന്ദ്രീകരിച്ച് ക്രോമോസോമുകളായി മാറുന്നു. ക്രോമോസോമുകൾ പ്രധാനമായും എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? അവയുടെ പ്രധാന ധർമ്മം എന്താണ്? ക്രോമോസോമുകൾ പ്രോട്ടീനും DNAയുടെ ഒരൊറ്റ തന്മാത്രയും കൊണ്ട് നിർമ്മിച്ച നൂലുപോലെയുള്ള ഘടനകളാണ്. കോശങ്ങളിൽ നിന്ന് കോശങ്ങളിലേക്ക് ജനിതക വിവരങ്ങൾ കൈമാറാൻ ഇവ സഹായിക്കുന്നു. ക്രോമോസോമുകൾ കോശമർമ്മത്തിനുള്ളിൽ കാണുന്ന വളരെ പ്രധാനപ്പെട്ട ഘടനകളാണ്. ഒരു ജീവിയുടെ എല്ലാ ജനിതക വിവരങ്ങളും ജീനുകൾ വഹിക്കുന്നത് ഇവയാണ്. കോശവിഭജനത്തിലൂടെ മാതൃകോശത്തിൽ നിന്ന് പുതിയ കോശങ്ങളിലേക്ക് ജനിതക വിവരങ്ങൾ കൃത്യമായി കൈമാറാൻ ക്രോമോസോമുകൾ സഹായിക്കുന്നു. ന്യൂക്ലിക് ആസിഡുകൾ പ്രധാനമായും എത്ര തരത്തിലുണ്ട്?
ന്യൂക്ലിക് ആസിഡുകൾ പ്രധാനമായും രണ്ടെണ്ണമാണ്: ഡിയോക്സിറൈബോന്യൂക്ലിക് ആസിഡ് DNA അഥവാ DNA, റൈബോന്യൂക്ലിക് ആസിഡ് RNA അഥവാ RNA. DNA-യും RNA-യും ജീവജാലങ്ങളിലെ അടിസ്ഥാന ജനിതക വിവരങ്ങൾ വഹിക്കുന്ന തന്മാത്രകളാണ്. DNA ജീവികളുടെ ജനിതക ബ്ലൂപ്രിന്റ് സൂക്ഷിക്കുമ്പോൾ RNA ഈ വിവരങ്ങൾ പ്രോട്ടീൻ നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. ജീവശാസ്ത്രപരമായ എല്ലാ പ്രക്രിയകളിലും ഇവയ്ക്ക് നിർണായക പങ്കുണ്ട്. കോശവിഭജനത്തിന്റെ പ്രധാനപ്പെട്ട 3 രൂപങ്ങൾ ഏതെല്ലാം? കോശവിഭജനത്തിന്റെ പ്രധാനപ്പെട്ട 3 രൂപങ്ങൾ അമിറ്റോസിസ്, മൈറ്റോസിസ്, മയോസിസ് എന്നിവയാണ്. കോശവിഭജനം ജീവികളുടെ വളർച്ചയ്ക്കും പുനരുൽപാദനത്തിനും അത്യന്താപേക്ഷിതമായ പ്രക്രിയയാണ്. അമിറ്റോസിസ് നേരിട്ടുള്ള വിഭജനമാണ്. മൈറ്റോസിസ് കായിക കോശങ്ങളിൽ നടന്ന് ഒരേപോലെയുള്ള കോശങ്ങളെ ഉണ്ടാക്കുന്നു. മയോസിസ് ലൈംഗിക കോശങ്ങളിൽ നടന്ന് ക്രോമസോം സംഖ്യ പകുതിയാക്കുന്നു. അമിറ്റോസിസ് കോശവിഭജനം സാധാരണയായി ഏത്തരം ജീവികളിലാണ് കാണപ്പെടുന്നത്? അമിറ്റോസിസ് കോശവിഭജനം സാധാരണയായി ബാക്ടീരിയ, ഫംഗസ്, ചില ആൽഗകൾ, പ്രോട്ടോസോവ തുടങ്ങിയ ജീവികളിലാണ് കാണപ്പെടുന്നത്. അമിറ്റോസിസ് എന്നത് ഒരുതരം നേരിട്ടുള്ള കോശവിഭജനമാണ്. ഇവിടെ ന്യൂക്ലിയസ് വിഭജിച്ച് 2 കോശങ്ങളായി മാറുന്നു. സാധാരണയായി ലളിതമായ ഘടനകളുള്ള ഏകകോശ ജീവികളിലാണ് ഈ വിഭജനം നടക്കുന്നത്. ഇത് മൈറ്റോസിസിനും മയോസിസിനും സങ്കീർണത കുറഞ്ഞതും വേഗത്തിലുള്ളതുമായ വിഭജന രീതിയാണ്. മൈറ്റോസിസ് പ്രധാനമായും ഏത്തരം കോശങ്ങളിലാണ് നടക്കുന്നത്. ആരാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്? മൈറ്റോസിസ് പ്രധാനമായും ശരീരകോശങ്ങളിലാണ്, സൊമാറ്റിക് സെൽസ്, നടക്കുന്നത്. വാൾട്ടർ ഫ്ലെമിംഗ് ആണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത്. മൈറ്റോസിസ് ഒരുതരം കോശവിഭജനമാണ്. ഇവിടെ മാതൃകോശം വിഭജിച്ച് മാതൃകോശത്തിന് സമാനമായ ക്രോമസോം സംഖ്യയുള്ള 2 പുത്രികാ കോശങ്ങളെ ഉത്പാദിപ്പിക്കുന്നു. ഇത് ശരീരകോശങ്ങളുടെ വളർച്ചയ്ക്കും കേടായ കോശങ്ങളെ മാറ്റുന്നതിനും അത്യന്താപേക്ഷിതമാണ്. 1882-ൽ ജർമ്മൻ ജീവശാസ്ത്രജ്ഞനായ വാൾട്ടർ ഫ്ലെമിംഗ് ആണ് മൈറ്റോസിസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. മയോസിസ് ഏത് കോശങ്ങളിലാണ് നടക്കുന്നത്? ആരാണ് ഈ പേര് നൽകിയത്? മയോസിസ് ബീജകോശങ്ങളിൽ, ജേം സെൽസ്, മാത്രമേ സംഭവിക്കൂ. 1905-ൽ പാർമറും മൂറും ചേർന്നാണ് മയോസിസ് എന്ന പേര് നൽകിയത്. മയോസിസ് ലൈംഗിക പ്രത്യുത്പാദനം നടത്തുന്ന ജീവികളിലെ ബീജകോശങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ഒരുതരം കോശവിഭജനമാണ്. ഈ പ്രക്രിയയിലൂടെ ക്രോമസോം സംഖ്യ പകുതിയായി കുറയുകയും ജനിതക വ്യതിയാനം സംഭവിക്കുകയും ചെയ്യുന്നു. ഇത് തലമുറകളിലൂടെ ക്രോമസോം സംഖ്യ നിലനിർത്താൻ സഹായിക്കുന്നു. മൈറ്റോസിസ് വഴിയും മയോസിസ് വഴിയും ഉത്പാദിപ്പിക്കപ്പെടുന്ന പുത്രികാകോശങ്ങളിലെ ക്രോമസോം സംഖ്യയിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? മൈറ്റോസിസിൽ പുത്രികാകോശങ്ങൾക്ക് മാതൃകോശത്തിന്റെ അതേ എണ്ണം ക്രോമസോമുകളുണ്ടാകും. എന്നാൽ മയോസിസിൽ പുത്രികാകോശങ്ങൾക്ക് മാതൃകോശത്തിന്റെ പകുതി എണ്ണം ക്രോമസോമുകളായിരിക്കും. കോശവിഭജനത്തിലെ ഈ പ്രധാന വ്യത്യാസം ജീവികളുടെ ശരിയായ പ്രവർത്തനത്തിന് അത്യന്താപേക്ഷിതമാണ്. മൈറ്റോസിസ് വളർച്ചയ്ക്കും കോശങ്ങളെ നന്നാക്കാനും സഹായിക്കുമ്പോൾ മയോസിസ് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെ ജനിതക വൈവിധ്യം ഉറപ്പാക്കുകയും തലമുറകളിലൂടെ സ്പീഷീസുകളുടെ ക്രോമസോം സംഖ്യ നിലനിർത്തുകയും ചെയ്യുന്നു. ഭൂമിയിൽ അജൈവ തന്മാത്രകളിൽ നിന്ന് ക്രമേണ ജീവൻ ഉത്ഭവിച്ചു എന്ന സിദ്ധാന്തം സ്വതന്ത്രമായി മുന്നോട്ട് വെച്ചത് ആരാണ്? ഈ സിദ്ധാന്തം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അലക്സാണ്ടർ ഓപാരിനും JBS ഹാൾഡേനും 1920-കളിൽ ഭൂമിയിൽ ജീവൻ എങ്ങനെ ഉത്ഭവിച്ചു എന്നതിനെക്കുറിച്ച് സ്വതന്ത്രമായി സമാനമായ സിദ്ധാന്തങ്ങൾ മുന്നോട്ടുവച്ചു. ഇത് ഓപാരിൻ ഹാൾഡേയൻ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. ഓപാരിൻ ഹാൾഡേയൻ സിദ്ധാന്തമനുസരിച്ച് ആദ്യകാല ഭൂമിയിലെ അന്തരീക്ഷം ഓക്സിജൻ രഹിതമായിരുന്നു. അവിടെ ഉയർന്ന താപനിലയും മിന്നലും അൾട്രാവയലറ്റ് വികിരണങ്ങളും കാരണം ലളിതമായ അജൈവ തന്മാത്രകൾ രാസപ്രവർത്തനങ്ങളിലൂടെ സങ്കീർണമായ ഓർഗാനിക് സംയുക്തങ്ങളായി മാറി. ഈ സംയുക്തങ്ങളിൽ നിന്നാണ് പിന്നീട് ജീവന്റെ ആദ്യരൂപങ്ങൾ പരിണമിച്ചുണ്ടായത്. ജീവന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഏറ്റവും അംഗീകൃത സിദ്ധാന്തങ്ങളിലൊന്നാണിത്. കൊൽക്കത്തയിലെ ഈസ്റ്റ് സോണൽ കൾച്ചറൽ സെന്റർ എപ്പോഴാണ് സ്ഥാപിതമായത്? 1985. കൊൽക്കത്ത ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈസ്റ്റ് സോണൽ കൾച്ചറൽ സെന്റർ 1985-ൽ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രയാഗ്രാജിലെ നോർത്ത് സെൻട്രൽ സോൺ കൾച്ചറൽ സെന്റർ NCZCC ഏതു വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 1986.
പ്രയാഗ്രാജ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോർത്ത് സെൻട്രൽ സോൺ കൾച്ചറൽ സെന്റർ 1986-ൽ സ്ഥാപിക്കപ്പെട്ടു. മധ്യേന്ത്യയിലെ കലകളെയും സംസ്കാരത്തെയും പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും ഈ സ്ഥാപനം നിർണായക പങ്ക് വഹിക്കുന്നു. കൊൽക്കത്തയിലെ ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ (ആസി) എപ്പോഴാണ് സ്ഥാപിതമായത്? 1945. കൊൽക്കത്ത ആസ്ഥാനമായുള്ള ആന്ത്രോപോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ (ആസി) 1945-ൽ സ്ഥാപിതമായി. ഇന്ത്യയിലെ മനുഷ്യന്റെ ജൈവപരവും സാംസ്കാരികവുമായ വൈവിധ്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനും ഗവേഷണം നടത്തുന്നതിനും ഇത് സമർപ്പിതമാണ്. കൊൽക്കത്തയിലെ നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യയുടെ സ്ഥാപന വർഷം ഏതാണ്? 1948. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈബ്രറിയായ കൊൽക്കത്തയിലെ നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ 1948-ൽ നിലവിൽ വന്നു. രാജ്യത്തിന്റെ സാംസ്കാരികവും ബൗദ്ധികവുമായ പൈതൃകം സംരക്ഷിക്കുന്നതിൽ ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സംഗീത നാടക അക്കാദമി ഏതു വർഷമാണ് സ്ഥാപിക്കപ്പെട്ടത്? 1952, 1953-ൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ പ്രകടന കലകൾക്കായുള്ള ദേശീയ അക്കാദമിയായ സംഗീത നാടക അക്കാദമി 1952-ൽ സ്ഥാപിതമായി. 1953-ൽ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സംഗീതം, നൃത്തം, നാടകം എന്നിവയുടെ പ്രോത്സാഹനത്തിലും സംരക്ഷണത്തിലും ഇത് നിർണായക പങ്ക് വഹിക്കുന്നു. ലളിതകലാ അക്കാദമി എപ്പോഴാണ് സ്ഥാപിതമായത്? 1954. വിഷ്വൽ ആർട്സിനായുള്ള ഇന്ത്യയുടെ ദേശീയ അക്കാദമിയായ ലളിതകലാ അക്കാദമി 1954-ൽ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യൻ കലാരംഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രദർശനങ്ങൾ സംഘടിപ്പിക്കുന്നതിനും കലാകാരന്മാരെ പിന്തുണയ്ക്കുന്നതിനും ഇത് പ്രവർത്തിക്കുന്നു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ (NSD) സ്ഥാപന വർഷം ഏതാണ്? 1959. ലോകത്തിലെ പ്രമുഖ നാടക പരിശീലന സ്ഥാപനങ്ങളിലൊന്നായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ (NSD) 1959-ൽ സ്ഥാപിക്കപ്പെട്ടു. ഇന്ത്യൻ നാടകരംഗത്തിന് മികച്ച കലാകാരന്മാരെയും സാങ്കേതിക വിദഗ്ധരെയും സംഭാവന ചെയ്യുന്നതിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ (ആസി) എപ്പോഴാണ് സ്ഥാപിതമായത്? 1861. ഇന്ത്യയുടെ സാംസ്കാരിക സ്മാരകങ്ങളും പുരാവസ്തു ഗവേഷണവും സംരക്ഷിക്കുന്നതിനുള്ള പ്രധാന ഏജൻസിയായ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ (ആസി) 1861-ൽ അലക്സാണ്ടർ കണ്ണിങ്ഹാമിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായി. ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ സ്ഥാപന വർഷം ഏതാണ്? 1784. വില്യം ജോൺസ് 1784-ൽ കൊൽക്കത്തയിൽ സ്ഥാപിച്ച ഏഷ്യാറ്റിക് സൊസൈറ്റി ഏഷ്യൻ പഠനങ്ങളെയും ഗവേഷണങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന് ലക്ഷ്യമിടുന്നു. ഇന്ത്യയുടെ സാംസ്കാരികവും ചരിത്രപരവുമായ പഠനങ്ങളിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സ് (IGNCA) എപ്പോഴാണ് സ്ഥാപിതമായത്? 1985. കലയുമായി ബന്ധപ്പെട്ട ഗവേഷണം, അക്കാദമിക് പഠനങ്ങൾ, പ്രചരണം എന്നിവ ലക്ഷ്യമിട്ട് ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സ് (IGNCA) 1985-ൽ സ്ഥാപിക്കപ്പെട്ടു. ഇത് ഇന്ത്യയുടെ സാംസ്കാരിക വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഏതു വർഷമാണ് നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ സ്ഥാപിക്കപ്പെട്ടത്? 1891. നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ 1891-ൽ കൊൽക്കത്തയിൽ ഇംപീരിയൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റ് ആയി സ്ഥാപിതമായി. ഇന്ത്യയുടെ ദേശീയ പ്രാധാന്യമുള്ള രേഖകളും കൈയെഴുത്തുപ്രതികളും സംരക്ഷിക്കുകയും ഭാവി തലമുറകൾക്കായി ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് ഈ സ്ഥാപനത്തിന്റെ പ്രധാന ലക്ഷ്യം. സെൻട്രൽ സെക്രട്ടേറിയറ്റ് ലൈബ്രറി എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? 1891. സെൻട്രൽ സെക്രട്ടേറിയറ്റ് ലൈബ്രറി 1891-ൽ ഇംപീരിയൽ സെക്രട്ടേറിയറ്റ് ലൈബ്രറിയായി കൊൽക്കത്തയിൽ സ്ഥാപിതമായി. വിവിധ വിഷയങ്ങളിലുള്ള ലക്ഷക്കണക്കിന് പുസ്തകങ്ങളും പ്രസിദ്ധീകരണങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതു ലൈബ്രറികളിൽ ഒന്നാണിത്. 2022-ലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരായിരുന്നു? മീരാബായി ചാനു. വനിതകളുടെ 49 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ സ്വർണം നേടിയാണ് മീരാബായി ചാനു 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണം സ്വന്തമാക്കിയത്. ഇത് അവരുടെ കരിയറിലെ ഒരു പ്രധാന നേട്ടമായിരുന്നു.
2022-ൽ ബർമിംഗ്ഹാമിൽ നടന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ താരം ആരായിരുന്നു? സങ്കേത് സാർഗർ. പുരുഷന്മാരുടെ 55 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ വെള്ളി മെഡൽ നേടിയാണ് സങ്കേത് സാർഗർ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ വേട്ടയ്ക്ക് തുടക്കമിട്ടത്. ഇത് രാജ്യത്തിന് ആവേശകരമായ ഒരു തുടക്കം നൽകി. 2022-ലെ കോമൺവെൽത്ത് ഗെയിംസിൽ പാരാ സ്പോർട്സിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ്? സുധീർ. പുരുഷന്മാരുടെ ഹെവിവെയ്റ്റ് പാരാ പവർലിഫ്റ്റിംഗിൽ സ്വർണം നേടിയാണ് സുധീർ 2022 കോമൺവെൽത്ത് ഗെയിംസിൽ പാരാ സ്പോർട്സിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണം നേടിയത്. ഇത് പാരാ കായിക ലോകത്ത് ഇന്ത്യയുടെ പ്രാതിനിധ്യം ഉയർത്തിക്കാട്ടി. 2022-ലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയെ എത്ര അംഗങ്ങൾ പ്രതിനിധീകരിച്ചു? 215 കായിക താരങ്ങളും 107 ഒഫീഷ്യൽസും ഉൾപ്പെടെ 322 അംഗങ്ങൾ. ഒരു പ്രധാന അന്താരാഷ്ട്ര കായിക മത്സരത്തിൽ ഒരു രാജ്യത്തിന്റെ പ്രതിനിധി സംഘത്തിന്റെ വലുപ്പം ഒരു പ്രധാന വസ്തുതയാണ്. 2022-ലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ വലിയൊരു സംഘത്തെയാണ് അയച്ചത്. ഇത് രാജ്യത്തിന്റെ കായിക മേഖലയിലുള്ള താൽപര്യത്തെയും പങ്കാളിത്തത്തെയും സൂചിപ്പിക്കുന്നു. 2022-ലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആകെ മെഡൽ നില എത്രയായിരുന്നു? 61 മെഡലുകൾ, 22 സ്വർണം, 16 വെള്ളി, 23 വെങ്കലം. 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ 61 മെഡലുകളുമായി 4ാം സ്ഥാനത്താണ് എത്തിയത്. 22 സ്വർണം, 16 വെള്ളി, 23 വെങ്കലം എന്നിവ ഉൾപ്പെടെയുള്ള ഈ നേട്ടം രാജ്യത്തിന്റെ കായിക മികവ് വിളിച്ചോതുന്നു. 2022-ലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ ഏത് കായിക ഇനത്തിലാണ് ചാമ്പ്യന്മാരായത്? ഗുസ്തി. 2022-ലെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യ ഗുസ്തിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ഈ ഇനത്തിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ നേടുകയും ചെയ്തു. രാജ്യത്തിന്റെ കായിക ശക്തിയും ഗുസ്തിയിലെ മികവും ഈ വിജയം എടുത്തുകാണിക്കുന്നു. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചത് ആരെല്ലാം, എപ്പോൾ? ബാലഗംഗാധര തിലകും മറ്റ് നേതാക്കളും ചേർന്ന് 1884-ൽ. ബാലഗംഗാധര തിലക്, ഗോപാൽ ഗണേഷ് അഗാർക്കർ, മഹാദേവ് ബല്ലാൾ നാംജോഷി തുടങ്ങിയ ദേശീയ നേതാക്കൾ ചേർന്ന് 1884-ൽ പൂനെയിൽ സ്ഥാപിച്ചതാണ് ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി. ദേശീയ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യം. 1857-ലെ ഡെക്കാൻ കലാപം നടന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. 1857-ലെ ഡെക്കാൻ കലാപം പ്രധാനമായും മഹാരാഷ്ട്രയിലെ പൂനൈ, സത്താറ തുടങ്ങിയ പ്രദേശങ്ങളിൽ സായുധ പോരാട്ടങ്ങളിലൂടെയാണ് നടന്നത്. ഇത് ബ്രിട്ടീഷ് ഭരണത്തോടുള്ള പ്രാദേശിക അതൃപ്തിയും ശിപായി ലഹളയുടെ സ്വാധീനവും കാരണം പൊട്ടിപ്പുറപ്പെട്ടു. 1857-ലെ കലാപത്തെ ബെഞ്ചമിൻ ഡിസ്രേലി എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? അദ്ദേഹം അതിനെ ഒരു ദേശീയ കലാപം എന്ന് വിശേഷിപ്പിച്ചു. 1857-ലെ ഇന്ത്യൻ കലാപത്തെ ബ്രിട്ടീഷ് രാഷ്ട്രീയക്കാരനും പിന്നീട് പ്രധാനമന്ത്രിയുമായ ബെഞ്ചമിൻ ഡിസ്രേലി ഒരു ദേശീയ കലാപം ആയാണ് കണ്ടത്. ഇത് കേവലം ഒരു ശിപായി ലഹളയല്ലെന്നും ഇന്ത്യൻ ജനതയുടെ വ്യാപകമായ അതൃപ്തിയുടെ പ്രതിഫലനമാണെന്നും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് സൂചിപ്പിക്കുന്നു. ഈ നിലപാട് ബ്രിട്ടീഷ് പാർലമെന്റിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. കറൻസി നോട്ടുകൾക്ക് പുറമെ ഉയർന്ന നിലവാരമുള്ള മഷികളും ഉത്പാദിപ്പിക്കുന്ന ബാങ്ക് നോട്ട് പ്രസ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? ബാങ്ക് നോട്ട് പ്രസ് മധ്യപ്രദേശിലെ ദേവാസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് 1974-ൽ സ്ഥാപിക്കപ്പെട്ടു. കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിനൊപ്പം സുരക്ഷാ അച്ചടിക്ക് ആവശ്യമായ പ്രത്യേകതരം മഷികൾ ഉത്പാദിപ്പിക്കുന്നതിലും ദേവാസിലെ ബാങ്ക് നോട്ട് പ്രസ് പ്രാധാന്യമർഹിക്കുന്നു. ഇത് SPMCILന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണ്. ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ BRBNMPL ആസ്ഥാനം എവിടെയാണ്? അത് എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ BRBNMPL ആസ്ഥാനം ബംഗളൂരുവിലാണ്. ഇത് 1995-ൽ സ്ഥാപിക്കപ്പെട്ടു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ കറൻസി നോട്ടുകൾ അച്ചടിക്കുന്നതിനായി 1995-ൽ രൂപീകരിച്ച സ്ഥാപനമാണ് BRBNMPL. രാജ്യത്തെ കറൻസി വിതരണം സുഗമമാക്കുന്നതിൽ ബംഗളൂരു ആസ്ഥാനമായുള്ള ഈ സ്ഥാപനം നിർണായക പങ്ക് വഹിക്കുന്നു. ഇന്ത്യൻ മൂലധന വിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്?
ഇന്ത്യൻ മൂലധന വിപണിയെ നിയന്ത്രിക്കുന്നത് സെബി, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ്. മൂലധന വിപണിയിലെ നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനും വിപണിയുടെ വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സെബിക്ക് പ്രധാന പങ്കുണ്ട്. ഓഹരി വിപണി, ബോണ്ടുകൾ തുടങ്ങിയ ദീർഘകാല നിക്ഷേപങ്ങളെ ഇത് നിയന്ത്രിക്കുന്നു. ഇന്ത്യയിൽ സുരക്ഷാ പേപ്പറുകൾ, കറൻസികൾ എന്നിവ അച്ചടിക്കുകയും നാണയങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്ന സ്ഥാപനം ഏതാണ്? സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് (SPMCIL) ആണ് ഈ ചുമതലകൾ നിർവഹിക്കുന്നത്. ഭാരത സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് SPMCIL. കറൻസി നോട്ടുകൾ, നാണയങ്ങൾ, സുരക്ഷാ പേപ്പറുകൾ, സ്റ്റാമ്പുകൾ തുടങ്ങിയവയുടെ ഉത്പാദനം ഈ സ്ഥാപനത്തിന്റെ പ്രധാന ഉത്തരവാദിത്തങ്ങളിൽപ്പെടുന്നു. 1991 ജൂലൈയിൽ ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? 1991 മൂല്യത്തകർച്ചയുടെ പ്രധാന കാരണങ്ങൾ പ്രതികൂലമായ പണമടവ് ശേഷി, വിദേശനാണ്യ കരുതൽ ശേഖരത്തിന്റെ കുറവ്, രൂപയുടെ മൂല്യത്തകർച്ച, കയറ്റുമതി പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയായിരുന്നു. 1991 ഇന്ത്യ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. ഉയർന്ന ധനക്കമ്മി, ഗൾഫ് യുദ്ധത്തെ തുടർന്നുണ്ടായ എണ്ണവില വർധനവ്, വിദേശനാണ്യ കരുതൽ ശേഖരത്തിലെ ഇടിവ് എന്നിവ സമ്പദ്വ്യവസ്ഥയെ തകർച്ചയിലേക്ക് നയിച്ചു. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര നാണയനിധിയിൽ IMF നിന്ന് സഹായം ലഭിക്കുന്നതിനും സാമ്പത്തിക ഘടന പരിഷ്കരിക്കുന്നതിനും വേണ്ടിയാണ് കറൻസിയുടെ മൂല്യം കുറയ്ക്കാൻ ഇന്ത്യ നിർബന്ധിതമായത്. ഇന്ത്യ എത്ര തവണ കറൻസിയുടെ മൂല്യം കുറച്ചു, ഏതൊക്കെ വർഷങ്ങളിലാണ്? ഇന്ത്യ 3 തവണ കറൻസിയുടെ മൂല്യം കുറച്ചിട്ടുണ്ട്. 1949, 1966, 1991 എന്നീ വർഷങ്ങളിൽ. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സാമ്പത്തിക വെല്ലുവിളികൾ നേരിട്ടപ്പോഴാണ് കറൻസിയുടെ മൂല്യം കുറയ്ക്കാൻ നിർബന്ധിതമായത്. 1949 ബ്രിട്ടീഷ് പൗണ്ടിന്റെ മൂല്യം കുറച്ചതിനെ തുടർന്ന് ഇന്ത്യയും മൂല്യം കുറച്ചു. 1966 യുദ്ധങ്ങളും വരൾച്ചയും കാരണമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനായി 1991 വിദേശനാണ്യ കരുതൽ ശേഖരം കുറയുകയും പണമടവ് പ്രതിസന്ധി രൂക്ഷമാകുകയും ചെയ്തപ്പോഴാണ് IMFന്റെ നിബന്ധനകളിലൊന്നായി മൂല്യം കുറച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി നോട്ട് അച്ചടിശാല എവിടെയാണ്, ഏതു വർഷമാണ് സ്ഥാപിച്ചത്? ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി നോട്ട് അച്ചടിശാല 1928 മഹാരാഷ്ട്രയിലെ നാസിക്കിൽ സ്ഥാപിച്ചു. ഇന്ത്യൻ കറൻസി നോട്ടുകളുടെ അച്ചടിയിൽ നാസിക്കിലെ പ്രസ് ഒരു നാഴികക്കല്ലാണ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ്. ദീർഘകാലമായി ഇന്ത്യൻ കറൻസി ഉത്പാദനത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഇന്ത്യൻ ധനകാര്യ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ധനകാര്യ വ്യവസ്ഥയുടെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ മണി മാർക്കറ്റും പണവിപണി, ക്യാപിറ്റൽ മാർക്കറ്റും മൂലധന വിപണി ആണ്. ഇന്ത്യൻ ധനകാര്യ വ്യവസ്ഥ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. മണി മാർക്കറ്റ് ഹ്രസ്വകാല ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നു. 1 വർഷത്തിൽ താഴെ കാലാവധിയുള്ള വായ്പകൾ, ട്രഷറി ബില്ലുകൾ, കൊമേഴ്സ്യൽ പേപ്പറുകൾ തുടങ്ങിയവ ഇതിൽപ്പെടുന്നു. ക്യാപിറ്റൽ മാർക്കറ്റ് ദീർഘകാല ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്നു. 1 വർഷത്തിൽ കൂടുതൽ കാലാവധിയുള്ള നിക്ഷേപങ്ങൾ, ഓഹരികൾ, കടപ്പത്രങ്ങൾ, ഡിബഞ്ചറുകൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ 2 വിപണികളും സമ്പദ്വ്യവസ്ഥയിലെ നിക്ഷേപങ്ങളെയും സാമ്പത്തിക പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിൽ നാണയങ്ങൾ നിർമ്മിക്കുന്ന 4 സർക്കാർ കമ്മട്ടങ്ങൾ മെൻസ് എവിടെയെല്ലാമാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ 4 സർക്കാർ കമ്മട്ടങ്ങൾ മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ എന്നിവിടങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യൻ രൂപയുടെ നാണയങ്ങൾ നിർമ്മിക്കുന്ന ഈ 4 കമ്മട്ടങ്ങളും രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ്. അവ വ്യത്യസ്ത സമയങ്ങളിൽ സ്ഥാപിച്ചതും ഇന്ത്യയുടെ നാണയ ഉത്പാദന ചരിത്രത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നതുമാണ്. ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം (LERMS) ഇന്ത്യയിൽ എപ്പോഴാണ് നടപ്പിലാക്കിയത്? രൂപയുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രധാന സവിശേഷത എന്തായിരുന്നു? ലിബറലൈസ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് മാനേജ്മെന്റ് സിസ്റ്റം (LERMS) 1992 മുതൽ 93 വരെ നടപ്പിലാക്കി. ഇത് രൂപയെ വ്യാപാര അക്കൗണ്ടിൽ ഭാഗികമായി കൺവെർട്ടിബിൾ ആക്കി. 1991 സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ഭാഗമായി 1992 മുതൽ 93 വരെ അവതരിപ്പിച്ച LERMS കറൻസി വിനിമയ നിരക്ക് കൂടുതൽ വിപണി അധിഷ്ഠിതമാക്കാൻ സഹായിച്ചു.
ഈ സംവിധാനം പ്രകാരം 40% വിദേശ നാണ്യം ഔദ്യോഗിക നിരക്കിലും ബാക്കി 60% വിപണി നിരക്കിലും മാറ്റിയെടുക്കാൻ അനുവദിച്ചു. ഇത് പണമടവ് ശേഷി മെച്ചപ്പെടുത്താനും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കാനും സഹായിച്ചു. താഴെ പറയുന്ന ഓരോ രാജ്യത്തിനും ശരിയായ സ്റ്റോക്ക് സൂചിക തിരിച്ചറിയുക. 1. ടോക്കിയോ 2, USA 3, ഇംഗ്ലണ്ട് 4, ഹോങ്കോങ് 5, ജർമ്മനി. 1. ടോക്കിയോ നിക്കി 2, USA നാസ്ഡാക്ക് 3, ഇംഗ്ലണ്ട് FTSE 104, ഹോങ്കോങ് ഹാങ് സെങ് 5, ജർമ്മനി മിഡഡെക്സ്. ലോകത്തിലെ പ്രമുഖ സ്റ്റോക്ക് സൂചികകൾ ഓരോ രാജ്യത്തെയും സാമ്പത്തിക സ്ഥിതിയെയും ഓഹരി വിപണിയുടെ പ്രകടനത്തെയും പ്രതിഫലിപ്പിക്കുന്നു. നിക്കി, നാസ്ഡാക്ക്, FTSE 100, ഹാങ് സെങ്, മിഡഡെക്സ് എന്നിവ അതാത് രാജ്യങ്ങളിലെ സാമ്പത്തിക ഭാവിയുടെ നിർണായക സൂചകങ്ങളാണ്. ഇന്ത്യയിൽ ആദ്യമായി മൈക്രോഫിനാൻസ് അവതരിപ്പിച്ചത് ഏത് സ്ഥാപനമാണ്? ഗുജറാത്തിലെ സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷന്റെ സേവ ഒരു വിഭാഗമായ സേവാ ബാങ്കാണ് ഇന്ത്യയിൽ ആദ്യമായി മൈക്രോഫിനാൻസ് അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ മൈക്രോഫിനാൻസ് രംഗത്ത് തുടക്കമിട്ട സ്ഥാപനങ്ങളിലൊന്നാണ് സേവാ ബാങ്ക്. ഇത് സ്വയം തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളെ ലക്ഷ്യമിട്ട് ചെറിയ വായ്പകളും മറ്റ് സാമ്പത്തിക സേവനങ്ങളും നൽകി അവരുടെ ഉന്നമനത്തിന് സഹായിക്കുന്നു. ഇന്ത്യൻ റിസർവ് ബാങ്ക് പണവിപണിയെ എങ്ങനെയാണ് നിർവചിക്കുന്നത്? ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ നിർവചനമനുസരിച്ച് ഒരു വർഷത്തിൽ താഴെ മാത്രം കാലാവധിയുള്ള ധനപരമായ ആസ്തികൾ വ്യാപാരം ചെയ്യപ്പെടുന്ന ഒരു വിപണിയാണ് പണവിപണി. പണവിപണി ഹ്രസ്വകാല നിക്ഷേപങ്ങളുടെയും വായ്പകളുടെയും വിപണിയാണ്. ഇത് ധനകാര്യ സ്ഥാപനങ്ങളെയും സർക്കാരുകളെയും അവരുടെ ഹ്രസ്വകാല ധന ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായിക്കുന്നു. RBI ഈ വിപണിയുടെ സുഗമമായ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്നു. ഇന്ത്യൻ പണവിപണിയെ നിയന്ത്രിക്കുന്ന സ്ഥാപനം ഏതാണ്? ഇന്ത്യൻ പണവിപണിയെ നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇന്ത്യയിലെ പണവിപണിയുടെ പരമോന്നത റെഗുലേറ്ററി അതോറിറ്റി. ഇത് പണലഭ്യതയും പണത്തിന്റെ ഒഴുക്കും നിയന്ത്രിച്ച് സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിഫ്റ്റി സൂചിക എപ്പോഴാണ് പുറത്തിറക്കിയത്? എത്ര കമ്പനികൾ ഇതിൽ ഉൾപ്പെടുന്നു? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1996 ഏപ്രിലിൽ നിഫ്റ്റി സൂചിക പുറത്തിറക്കി. ഇതിൽ 50 കമ്പനികൾ ഉൾപ്പെടുന്നു. നിഫ്റ്റി 50 എന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ഏറ്റവും വലിയതും ലിക്വിഡിറ്റിയുള്ളതുമായ 50 ഇന്ത്യൻ കമ്പനികളുടെ ഒരു സൂചികയാണ്. ഇത് ഇന്ത്യൻ ഓഹരി വിപണിയുടെ വിശാലമായ ചിത്രവും പ്രകടനവും നൽകുന്നു. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE എപ്പോഴാണ് സ്ഥാപിതമായത്? ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇത് ആരംഭിച്ചത്? 1992 ഫെർവാനി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് NSE സ്ഥാപിതമായത്. ഫെർവാനി കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 1992 സ്ഥാപിതമായ NSE ആധുനിക ഇലക്ട്രോണിക് ട്രേഡിംഗ് സംവിധാനം അവതരിപ്പിച്ചു. ഇത് ഇന്ത്യൻ ഓഹരി വിപണിയെ കൂടുതൽ സുതാര്യവും കാര്യക്ഷമവുമാക്കി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ NSE ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ NSE ആസ്ഥാനം മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മുംബൈ ഇന്ത്യൻ സാമ്പത്തിക തലസ്ഥാനമായി അറിയപ്പെടുന്നു. കൂടാതെ NSE, BSE, RBI, SEBI തുടങ്ങിയ പ്രധാന സാമ്പത്തിക സ്ഥാപനങ്ങളുടെ ആസ്ഥാനവും അവിടെയാണ്. ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? അത് എപ്പോഴാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് BSE ആണ്. ഇത് 1875 സ്ഥാപിതമായി. 1875 സ്ഥാപിതമായ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ വളർച്ചയിൽ BSE ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ത്യൻ രൂപ കറന്റ് അക്കൗണ്ടിൽ പൂർണ്ണമായി കൺവെർട്ടിബിൾ ആക്കിയത് എപ്പോഴാണ്? ഇന്ത്യൻ 1994 രൂപയിൽ കറന്റ് അക്കൗണ്ടിൽ പൂർണ്ണമായി കൺവെർട്ടിബിൾ ആക്കി. കറന്റ് അക്കൗണ്ടിൽ രൂപ പൂർണ്ണമായി കൺവെർട്ടിബിൾ ആക്കിയതോടെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഇറക്കുമതിക്കും കയറ്റുമതിക്കും വിദേശയാത്ര, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കും വിദേശനാണ്യം പൂർണ്ണമായി കൈമാറ്റം ചെയ്യാൻ സാധിച്ചു. ഇത് വിദേശവ്യാപാരം കൂടുതൽ സുഗമമാക്കുകയും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ആഗോള സമ്പദ്വ്യവസ്ഥയുമായി കൂടുതൽ അടുപ്പിക്കുകയും ചെയ്തു.
സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി എപ്പോഴാണ് സ്ഥാപിതമായത്? ഏത് നിയമപ്രകാരമാണ് ഇത് രൂപീകരിച്ചത്? 1992 ഏപ്രിൽ 12 സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് 1992 പ്രകാരമാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബി സ്ഥാപിതമായത്. ഇന്ത്യൻ മൂലധന വിപണിയുടെ നിയന്ത്രണത്തിനും വികസനത്തിനും വേണ്ടി 1992 ഒരു നിയമപരമായ സ്ഥാപനമായി സെബി നിലവിൽ വന്നു. നിക്ഷേപകരുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുകയും വിപണിയിലെ സുതാര്യത ഉറപ്പാക്കുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. സെബിയുടെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ പ്രാദേശിക ഓഫീസുകൾ ഏത് നഗരങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്? സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊൽക്കത്ത, അഹമ്മദാബാദ്, ഡൽഹി, ചെന്നൈ എന്നിവിടങ്ങളിലാണ് അതിന്റെ പ്രാദേശിക ഓഫീസുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. സെബിയുടെ ആസ്ഥാനം മുംബൈയിലാണെങ്കിലും രാജ്യവ്യാപകമായി അതിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ കൊൽക്കത്ത, അഹമ്മദാബാദ്, ഡൽഹി, ചെന്നൈ എന്നിവിടങ്ങളിൽ പ്രാദേശിക ഓഫീസുകളുണ്ട്. ഇത് വിവിധ പ്രദേശങ്ങളിലെ നിക്ഷേപകർക്ക് സേവനങ്ങൾ ലഭ്യമാക്കാൻ സഹായിക്കുന്നു. സെൻസെക്സ് സൂചികയുടെ പൂർണ്ണരൂപം എന്താണ്? അത് എത്ര കമ്പനികളുടെ ഓഹരികളെയാണ് ട്രാക്ക് ചെയ്യുന്നത്? സെൻസെക്സ് സൂചികയുടെ പൂർണ്ണരൂപം BSE സെൻസിറ്റീവ് സൂചിക എന്നാണ്. ഇത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 30 കമ്പനികളുടെ ഓഹരികളെയാണ് ട്രാക്ക് ചെയ്യുന്നത്. സെൻസെക്സ് ഇന്ത്യൻ ഓഹരി വിപണിയുടെ ആരോഗ്യത്തിന്റെ പ്രധാന സൂചകമായി കണക്കാക്കപ്പെടുന്നു. BSEയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മുൻനിര 30 കമ്പനികളുടെ പ്രകടനം ഇത് പ്രതിഫലിപ്പിക്കുന്നു. സെക്യൂരിറ്റി പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് SPMCIL എപ്പോഴാണ്, എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? 2006 ജനുവരിയിൽ ധനകാര്യ മന്ത്രാലയത്തിന് കീഴിൽ ന്യൂഡൽഹിയിലാണ് SPMCIL സ്ഥാപിക്കപ്പെട്ടത്. ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി സുരക്ഷ അച്ചടി, നാണയ നിർമ്മാണം എന്നിവ ഏകോപിപ്പിക്കുന്നതിനായി 2006 SPMCIL സ്ഥാപിക്കപ്പെട്ടു. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയിലാണ്. രൂപയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടിബിലിറ്റിയെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ രൂപീകരിച്ച കമ്മിറ്റി ഏതായിരുന്നു? അതിന്റെ പ്രധാന ശുപാർശ എന്തായിരുന്നു? രൂപയുടെ ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടിബിലിറ്റിയെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ താരാപൂർ കമ്മിറ്റി രൂപീകരിച്ചു. 1997 സമർപ്പിച്ച അതിന്റെ റിപ്പോർട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടിബിലിറ്റി ഘട്ടംഘട്ടമായി നടപ്പിലാക്കാൻ ശുപാർശ ചെയ്തു. താരാപൂർ കമ്മിറ്റി രൂപീകരിച്ചത് ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥയെ ആഗോളവൽക്കരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് കൺവെർട്ടിബിലിറ്റിയുടെ സാധ്യതകൾ പഠിക്കാനാണ്. കമ്മിറ്റി ഘട്ടംഘട്ടമായുള്ള സമീപനമാണ് ശുപാർശ ചെയ്തത്. കാരണം ധനക്കമ്മി നിയന്ത്രിക്കുക, ബാങ്കിംഗ് മേഖലയെ ശക്തിപ്പെടുത്തുക, പണപ്പെരുപ്പം കുറയ്ക്കുക തുടങ്ങിയ ചില മുൻവ്യവസ്ഥകൾ ഇന്ത്യക്ക് അപ്പോഴും ആവശ്യമായിരുന്നു. ഇത് വിദേശ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഇന്ത്യൻ സ്ഥാപനങ്ങൾക്ക് വിദേശത്ത് നിക്ഷേപം നടത്താനും അവസരം നൽകും. വംശനാശഭീഷണി നേരിടുന്ന കടൽജീവിയായ ഡുഗോങ് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഇന്ത്യയിൽ ഏത് നിയമപരമായ വ്യവസ്ഥ പ്രകാരമാണ് ഇതിന് സംരക്ഷണം നൽകിയിരിക്കുന്നത്? ഡുഗോങ് ഒരു സസ്തനിയാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ 1 പ്രകാരം ഇതിന് നിയമപരമായ സംരക്ഷണം നൽകിയിരിക്കുന്നു. കടൽപ്പശു എന്ന് പൊതുവെ അറിയപ്പെടുന്ന ഡുഗോങ് വംശനാശഭീഷണി നേരിടുന്ന ഒരു സമുദ്ര സസ്തനിയാണ്. ഇന്ത്യയിൽ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഷെഡ്യൂൾ 1 പ്രകാരം ഇതിന് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള നിയമപരമായ സംരക്ഷണം നൽകിയിട്ടുണ്ട്. ജൈവവൈവിധ്യ കൺവെൻഷൻ പാർട്ടികളുടെ 10ാം സമ്മേളനം COP10 എവിടെ വെച്ചാണ് നടന്നത്? ജപ്പാനിലെ നാഗോയയിൽ. ജൈവവൈവിധ്യ സംരക്ഷണത്തിനായുള്ള UN കൺവെൻഷൻ CBD പാർട്ടികളുടെ 10ാം സമ്മേളനം COP10 2010 ഒക്ടോബറിൽ ജപ്പാനിലെ നാഗോയയിൽ വെച്ച് നടന്നു. ജനിതക വിഭവങ്ങളിലേക്കുള്ള പ്രവേശനവും അവയുടെ ഉപയോഗത്തിൽ നിന്നുള്ള നേട്ടങ്ങൾ പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട നാഗോയ പ്രോട്ടോക്കോൾ ഈ സമ്മേളനത്തിലാണ് അംഗീകരിച്ചത്. ഇത് ജൈവവൈവിധ്യ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര സഹകരണത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായിരുന്നു. ജൈവവൈവിധ്യ കൺവെൻഷൻ പാർട്ടികളുടെ 15ാമത്തെ സമ്മേളനം COP15 എവിടെ, എപ്പോൾ നടന്നു? ഏത് രാജ്യങ്ങളാണ് ഇതിന് അധ്യക്ഷത വഹിക്കുകയും ആതിഥേയത്വം വഹിക്കുകയും ചെയ്തത്? 2022 ഡിസംബർ 7 മുതൽ 9 വരെ കാനഡയിലെ മോൺട്രിയലിൽ വെച്ച് നടന്നു. ചൈന അധ്യക്ഷത വഹിക്കുകയും കാനഡ ആതിഥേയത്വം വഹിക്കുകയും ചെയ്തു.
ജൈവവൈവിധ്യ കൺവെൻഷൻ പാർട്ടികളുടെ 15ാമത്തെ സമ്മേളനം COP15 2022 ഡിസംബറിൽ കാനഡയിലെ മോൺട്രിയലിൽ വെച്ച് നടന്നു. ചൈന അധ്യക്ഷത വഹിച്ച ഈ സമ്മേളനം കാനഡയാണ് ആതിഥേയത്വം വഹിച്ചത്. 2030 പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള ലക്ഷ്യങ്ങളോടെയുള്ള കുൻമിങ് മോൺട്രിയൽ ഗ്ലോബൽ ബയോഡൈവേഴ്സിറ്റി ഫ്രെയിംവർക്ക് ഈ സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെട്ടു. പരിസ്ഥിതിശാസ്ത്രത്തിൽ ആൽഫ ഡൈവേഴ്സിറ്റി സൂചിക എന്താണ് അളക്കുന്നത്? ഒരു ആവാസവ്യവസ്ഥയിലെ പ്രാദേശിക തലത്തിലുള്ള ശരാശരി സ്പീഷീസ് വൈവിധ്യം ഇത് കാണിക്കുന്നു. ഒരു പ്രത്യേക ആവാസവ്യവസ്ഥയിലെ അല്ലെങ്കിൽ സമൂഹത്തിലെ സ്പീഷീസ് വൈവിധ്യത്തിന്റെ എണ്ണത്തെയാണ് ആൽഫ ഡൈവേഴ്സിറ്റി സൂചിപ്പിക്കുന്നത്. ഒരു പ്രദേശത്തിന്റെ പ്രാദേശിക തലത്തിലുള്ള സ്പീഷീസ് സമ്പന്നതയും ഏകീകൃതയും ഇത് അളക്കുന്നു. പരിസ്ഥിതിശാസ്ത്രജ്ഞർ വിവിധ ആവാസവ്യവസ്ഥകളുടെ വൈവിധ്യം താരതമ്യം ചെയ്യാൻ ഈ സൂചിക ഉപയോഗിക്കുന്നു. ബീറ്റ ഡൈവേഴ്സിറ്റി എന്താണ് അളക്കുന്നത്? ഇത് വിവിധ ആവാസവ്യവസ്ഥകൾ തമ്മിലുള്ള സ്പീഷീസ് വൈവിധ്യത്തിന്റെ വർധനവ് അളക്കുന്നു. കൂടാതെ പാരിസ്ഥിതിക ഗ്രേഡിയന്റുകളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് ഇത് പ്രയോജനകരമാണ്. ബീറ്റ ഡൈവേഴ്സിറ്റി രണ്ട് വ്യത്യസ്ത ആവാസവ്യവസ്ഥകൾ അല്ലെങ്കിൽ പ്രദേശങ്ങൾ തമ്മിലുള്ള സ്പീഷീസ് ഘടനയിലെ വ്യത്യാസം അളക്കുന്നു. ഇത് ഒരു പ്രദേശത്തുനിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മാറുമ്പോൾ സ്പീഷീസുകളുടെ എണ്ണത്തിലുണ്ടാകുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്നു. പാരിസ്ഥിതിക ഗ്രേഡിയന്റുകളിലൂടെയുള്ള സ്പീഷീസ് വിതരണത്തെക്കുറിച്ച് പഠിക്കാൻ ഇത് സഹായകമാണ്. ഗാമ ഡൈവേഴ്സിറ്റി എന്താണ് വിവരിക്കുന്നത്? ഇത് ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തിലെ വിവിധ സമൂഹങ്ങളിലുടനീളമുള്ള മൊത്തത്തിലുള്ള സ്പീഷീസ് വൈവിധ്യം വിവരിക്കുന്നു. ഒരു വലിയ ഭൂമിശാസ്ത്രപരമായ പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശം മുഴുവനുമുള്ള മൊത്തത്തിലുള്ള സ്പീഷീസ് വൈവിധ്യത്തെയാണ് ഗാമ ഡൈവേഴ്സിറ്റി സൂചിപ്പിക്കുന്നത്. ഇത് ആൽഫ ഡൈവേഴ്സിറ്റിയും ബീറ്റ ഡൈവേഴ്സിറ്റിയും ചേർന്നുള്ള മൊത്തം വൈവിധ്യത്തെ പ്രതിനിധീകരിക്കുന്നു. ഒരു പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള ആവാസവ്യവസ്ഥാപരമായ ആരോഗ്യവും സമ്പന്നതയും വിലയിരുത്താൻ ഇത് സഹായിക്കുന്നു. ഇന്ത്യയിൽ ഉപ്പുവെള്ള മുതലകളെ പ്രധാനമായും എവിടെയാണ് കാണപ്പെടുന്നത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. ഇന്ത്യയിൽ ഉപ്പുവെള്ള മുതലകളെ ക്രോക്കഡിലസ് പോറോസസ് പ്രധാനമായും കാണപ്പെടുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ കണ്ടൽക്കാടുകളിലും ചതുപ്പുനിലങ്ങളിലുമാണ്. ഒഡീഷയിലെ ഭിത്തർകനിക ദേശീയോദ്യാനവും പശ്ചിമബംഗാളിലെ സുന്ദർബൻസും ഇവയുടെ പ്രധാന ആവാസവ്യവസ്ഥകളാണ്. ഇവ ലോകത്തിലെ ഏറ്റവും വലിയ ഉരഗങ്ങളിൽ ഒന്നാണ്. ഇന്ത്യയിൽ സ്ലോ ലോറിസുകളെ പ്രധാനമായും ഏത് പ്രദേശത്താണ് കാണപ്പെടുന്നത്? വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഇടതൂർന്ന വനങ്ങളിൽ. സ്ലോ ലോറിസുകൾ നെക്ടസ് ബസ് spp വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഇടതൂർന്ന വനങ്ങളിലും തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും കാണപ്പെടുന്ന ഒരു രാത്രിഞ്ചര സസ്തനിയാണ്. ഇവ വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗത്തിൽപ്പെടുന്നു. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ഇവ സൈറ്റ്സ് അപ്പൻഡിക്സ് ആയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ് എക്സ് സിറ്റു സംരക്ഷണം, എക്സ് സിറ്റു കൺസർവേഷൻ? ഉദാഹരണങ്ങൾ നൽകുക. എക്സ് സിറ്റു സംരക്ഷണം എന്നാൽ ജൈവവൈവിധ്യത്തെ അവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയാണ്. വിത്തുബാങ്കുകൾ, സസ്യോദ്യാനങ്ങൾ, മൃഗശാലകൾ എന്നിവ ഉദാഹരണങ്ങളാണ്. ജൈവവൈവിധ്യത്തെ, പ്രത്യേകിച്ചും വംശനാശ ഭീഷണി നേരിടുന്ന ജീവിവർഗങ്ങളെ, അവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയ്ക്ക് പുറത്തുള്ള സംരക്ഷിത സാഹചര്യങ്ങളിൽ പരിപാലിക്കുന്നതിനെയാണ് എക്സ് സിറ്റു സംരക്ഷണം എന്ന് പറയുന്നത്. ജീൻ ബാങ്കുകൾ, ക്രയോപ്രിസർവേഷൻ, കൾച്ചർ ശേഖരങ്ങൾ എന്നിവയും ഇതിൽപ്പെടുന്നു. ഇത് ജനിതക വൈവിധ്യം നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. എന്താണ് ഇൻ സിറ്റു സംരക്ഷണം, ഇൻ സിറ്റു കൺസർവേഷൻ? ഉദാഹരണങ്ങൾ നൽകുക. ഇൻ സിറ്റു സംരക്ഷണം എന്നാൽ മൃഗങ്ങളെയും സസ്യങ്ങളെയും അവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയിൽ സംരക്ഷിക്കുന്ന രീതിയാണ്. ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ, സംരക്ഷിത വനങ്ങൾ, റിസർവ് വനങ്ങൾ, പ്രകൃതി സംരക്ഷണ കേന്ദ്രങ്ങൾ എന്നിവ ഉദാഹരണങ്ങളാണ്. ജീവിവർഗങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കുന്ന രീതിയാണ് ഇൻ സിറ്റു സംരക്ഷണം. ഇത് ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗമായി കണക്കാക്കപ്പെടുന്നു. ആവാസവ്യവസ്ഥയുടെ സ്വാഭാവിക പ്രക്രിയകൾക്കും പരിണാമത്തിനും ഇത് അവസരം നൽകുന്നു. എന്താണ് ഹരിതഗൃഹ പ്രഭാവം? കാലാവസ്ഥാ വ്യതിയാനത്തിന് കാരണമാകുന്ന മനുഷ്യനിർമ്മിതമായ പ്രധാന ഹരിതഗൃഹ വാതകം ഏതാണ്? ഹരിതഗൃഹ പ്രഭാവം എന്നാൽ അന്തരീക്ഷത്തിലെ ഹരിതഗൃഹ വാതകങ്ങൾ താപം പിടിച്ചെടുക്കുകയും ഭൂമിയെ ചൂടാക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ് മനുഷ്യനിർമ്മിത കാലാവസ്ഥാ വ്യതിയാനത്തിന് പ്രധാന കാരണം.
ഹരിതഗൃഹ പ്രഭാവം ഭൂമിയുടെ അന്തരീക്ഷത്തിലെ സ്വാഭാവിക പ്രക്രിയയാണ്, ഇത് ഭൂമിയെ ജീവൻ നിലനിർത്താൻ പര്യാപ്തമായ താപനിലയിൽ നിലനിർത്തുന്നു. എന്നാൽ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് പോലെയുള്ള മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ് തുടങ്ങിയ ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് ആഗോളതാപനത്തിനും കാലാവസ്ഥാ വ്യതിയാനത്തിനും കാരണമാകുന്നു. പാരീസ് ഉടമ്പടി എന്നാൽ എന്ത്, അത് എന്നാണ് അംഗീകരിച്ചത്, എന്നാണ് നിലവിൽ വന്നത്? പാരീസ് ഉടമ്പടി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള നിയമപരമായി ബാധ്യതയുള്ള ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. 2015 ഡിസംബർ 12 ഫ്രാൻസിലെ പാരീസിൽ വെച്ച് COP21-ൽ 196 രാജ്യങ്ങൾ ഇത് അംഗീകരിച്ചു. 2016 നവംബർ 4-നാണ് ഇത് നിലവിൽ വന്നത്. പാരീസ് ഉടമ്പടി ആഗോള താപനം വ്യാവസായിക കാലഘട്ടത്തിനു മുമ്പുള്ളതിനെ അപേക്ഷിച്ച് 2 ഡിഗ്രി C-ൽ താഴെയും സാധ്യമെങ്കിൽ 1.5 ഡിഗ്രി സെൽഷ്യസ്-ൽ താഴെയും നിലനിർത്താൻ ലക്ഷ്യമിടുന്നു. ഇതിൽ അംഗങ്ങളായ ഓരോ രാജ്യവും തങ്ങളുടെ കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനുള്ള ലക്ഷ്യങ്ങൾ സ്വയം നിശ്ചയിക്കുന്നു. നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻസ് (NDCs). കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ ആഗോള പോരാട്ടത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിത്. 26 സ്വരചിഹ്നം ആമത് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP26 എവിടെ, എപ്പോൾ നടന്നു? 2021-ൽ യുകെയിലെ ഗ്ലാസ്ഗോയിൽ. COP26 എന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ നടന്ന പ്രധാനപ്പെട്ട സമ്മേളനങ്ങളിൽ ഒന്നാണ്. പാരീസ് ഉടമ്പടിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലും കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും രാജ്യങ്ങളുടെ പുരോഗതി വിലയിരുത്തപ്പെട്ടു. കൽക്കരി ഉപയോഗം കുറയ്ക്കുന്നതിനെക്കുറിച്ചും കാലാവസ്ഥാ ധനസഹായത്തെക്കുറിച്ചും ഈ സമ്മേളനം ഊന്നൽ നൽകി. ക്യോട്ടോ പ്രോട്ടോക്കോൾ എന്നാണ് അംഗീകരിച്ചത്, എന്നാണ് നിലവിൽ വന്നത്? 1997 ഡിസംബർ 11 ഇത് അംഗീകരിക്കുകയും 2005 ഫെബ്രുവരി 16 നിലവിൽ വരികയും ചെയ്തു. ക്യോട്ടോ പ്രോട്ടോക്കോൾ വ്യാവസായിക രാജ്യങ്ങൾ ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാൻ നിയമപരമായി ബാധ്യതയുള്ള ലക്ഷ്യങ്ങൾ നിശ്ചയിച്ച ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാനത്തിനായുള്ള ചട്ടക്കൂട് കൺവെൻഷന്റെ UNFCCC കീഴിൽ വരുന്ന ഒന്നാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ആഗോള ശ്രമങ്ങളിൽ ഒരു സുപ്രധാന ചുവടുവെപ്പായിരുന്നു ഇത്. കാർട്ട്ജീന പ്രോട്ടോക്കോൾ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ജൈവ സുരക്ഷ, ബയോസേഫ്റ്റി. കാർട്ട്ജീന പ്രോട്ടോക്കോൾ ജനിതകമാറ്റം വരുത്തിയ ജീവികളുടെ ലിവിംഗ് മോഡിഫൈഡ് ഓർഗനിസംസ് LMOS സുരക്ഷിതമായ കൈകാര്യം ചെയ്യൽ, കൈമാറ്റം, ഉപയോഗം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. ജൈവവൈവിധ്യ സംരക്ഷണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ജൈവവൈവിധ്യ കൺവെൻഷന്റെ കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി CBD കീഴിൽ വരുന്ന ഒരു പ്രധാന ഉടമ്പടിയാണിത്. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്ഥിരമായ ഓർഗാനിക് മലിനീകരണ വസ്തുക്കൾ, പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടന്റ്സ് (POPs). സ്റ്റോക്ക്ഹോം കൺവെൻഷൻ എന്നത് പരിസ്ഥിതിയിലും മനുഷ്യന്റെ ആരോഗ്യത്തിലും ദോഷകരമായ സ്വാധീനം ചെലുത്തുന്ന സ്ഥിരമായ ഓർഗാനിക് മലിനീകരണ വസ്തുക്കളുടെ ഉത്പാദനം, ഉപയോഗം, ബഹിർഗമനം എന്നിവ കുറയ്ക്കുന്നതിനോ ഇല്ലാതാക്കുന്നതിനോ ലക്ഷ്യമിടുന്ന ഒരു ആഗോള ഉടമ്പടിയാണ്. ഈ മലിനീകരണ വസ്തുക്കൾ ദീർഘകാലം നിലനിൽക്കുകയും ആഹാര ശൃംഖലയിലൂടെ വ്യാപിക്കുകയും ചെയ്യുന്നവയാണ്. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓസോൺ പാളി. മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കളുടെ ഉത്പാദനം, ഉപഭോഗം എന്നിവ ക്രമേണ നിർത്തലാക്കാൻ ലക്ഷ്യമിടുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. ക്ലോറോഫ്ലൂറോകാർബണുകൾ CFCs പോലുള്ള ഓസോൺ നശിപ്പിക്കുന്ന പദാർത്ഥങ്ങളുടെ നിയന്ത്രണത്തിലൂടെ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിന് ഈ ഉടമ്പടി വലിയ സംഭാവന നൽകി. ആഗോള പരിസ്ഥിതി ഉടമ്പടികളിലെ ഏറ്റവും വിജയകരമായ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു. ക്യോട്ടോ പ്രോട്ടോക്കോൾ ഏതു വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥാ വ്യതിയാനം. ക്യോട്ടോ പ്രോട്ടോക്കോൾ ഹരിതഗൃഹ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കാൻ വ്യാവസായിക രാജ്യങ്ങളെ നിയമപരമായി ബാധ്യസ്ഥരാക്കുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ ചട്ടക്കൂട് കൺവെൻഷന്റെ UNFCCC ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ആഗോള താപനം തടയുന്നതിനുള്ള ആദ്യകാല സുപ്രധാന ശ്രമങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഹരിതഗൃഹ വാതകങ്ങളെക്കുറിച്ചുള്ള ആശയം ആദ്യമായി മുന്നോട്ടുവെച്ചത് ആര്? ജോസഫ് ഫൂറിയർ.
1820കളിൽ ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനും ഭൗതികശാസ്ത്രജ്ഞനുമായ ജോസഫ് ഫൂറിയർ ആണ് ഭൂമിയുടെ അന്തരീക്ഷം സൂര്യരശ്മികളെ തടഞ്ഞു നിർത്തുകയും താപനില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് ആദ്യമായി വിവരിച്ചത്. ഇത് പിന്നീട് ഹരിതഗൃഹ പ്രഭാവം എന്നറിയപ്പെട്ടു. ഹരിതഗൃഹ വാതകങ്ങളുടെ പ്രാഥമിക ആശയം രൂപപ്പെടുത്തിയതിൽ അദ്ദേഹത്തിന്റെ പഠനങ്ങൾ പ്രധാന പങ്ക് വഹിച്ചു. ഹരിതഗൃഹ വാതകങ്ങളിലെ പ്രധാന ഘടകങ്ങൾ ഏവ? കാർബൺ ഡൈ ഓക്സൈഡ്, മീഥേൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോഫ്ലൂറോകാർബണുകൾ, CFCs എന്നിവയും മറ്റും. ഹരിതഗൃഹ വാതകങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ താപനില വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്ന വാതകങ്ങളാണ്. കാർബൺ ഡൈ ഓക്സൈഡ് ഫോസിൽ ഇന്ധനങ്ങളുടെ ജ്വലനം വഴിയും മീഥേൻ കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവ വഴിയും നൈട്രസ് ഓക്സൈഡ് കാർഷിക പ്രവർത്തനങ്ങൾ വഴിയും പ്രധാനമായും അന്തരീക്ഷത്തിലെത്തുന്നു. ഈ വാതകങ്ങൾ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന താപത്തെ ആഗിരണം ചെയ്ത് അന്തരീക്ഷത്തിൽ നിലനിർത്തുന്നു. ആഗോള താപനത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന ഹരിതഗൃഹ വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ കാരണം അന്തരീക്ഷത്തിലെത്തുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് മറ്റു ഹരിതഗൃഹ വാതകങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടുതലാണ്. വ്യാവസായിക വിപ്ലവത്തിനു ശേഷം ഫോസിൽ ഇന്ധനങ്ങളുടെ കത്തൽ, വനനശീകരണം എന്നിവയാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ വർധനവിന് പ്രധാന കാരണം. ഇതിന് ആഗോള താപനത്തിൽ ഏകദേശം 75% സംഭാവനയുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. എന്താണ് നെറ്റ് സീറോ പുറന്തള്ളൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഗ്രീൻഹൌസ് വാതകങ്ങളുടെ പുറന്തള്ളൽ കഴിയുന്നത്ര പൂജ്യത്തോട് അടുപ്പിച്ച് കുറയ്ക്കുകയും ശേഷിക്കുന്ന പുറന്തള്ളലുകൾ സമുദ്രങ്ങൾ, വനങ്ങൾ തുടങ്ങിയ പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ അന്തരീക്ഷത്തിൽ നിന്ന് വീണ്ടും ആഗിരണം ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നെറ്റ് സീറോ എന്ന് പറയുന്നത്. നെറ്റ് സീറോ എന്നത് ഒരു രാജ്യത്തിന്റെയോ സ്ഥാപനത്തിന്റെയോ കാർബൺ ബഹിർഗമനം പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ ആഗിരണം ചെയ്യപ്പെടുന്ന കാർബണിന് തുല്യമാക്കുന്ന അവസ്ഥയാണ്. ആഗോള താപനം കുറയ്ക്കുന്നതിനും കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനും ഈ ലക്ഷ്യം വളരെ പ്രധാനമാണ്. ഇന്ത്യ എപ്പോഴാണ്, എവിടെ വെച്ചാണ് നെറ്റ് സീറോ പുറന്തള്ളൽ ലക്ഷ്യം പ്രഖ്യാപിച്ചത്? ഏതു വർഷത്തോടെയാണ് ഇത് നേടാൻ ഉദ്ദേശിക്കുന്നത്? 2021 നവംബറിൽ UK-യിലെ ഗ്ലാസ്ഗോയിൽ നടന്ന COP26 ഉച്ചകോടിയിൽ വെച്ച് 2070 നെറ്റ് സീറോ പുറന്തള്ളൽ കൈവരിക്കുമെന്ന് ഇന്ത്യ പ്രഖ്യാപിച്ചു. 2021 COP26 ഉച്ചകോടിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് ഇന്ത്യയുടെ നെറ്റ് സീറോ ലക്ഷ്യം 2070 കൈവരിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ ആഗോള പോരാട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഒരു പ്രതിബദ്ധതയാണിത്. നിലവിൽ കാർബൺ ഡൈ ഓക്സൈഡ് CO2 പുറന്തള്ളുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന രാജ്യം ഏതാണ്? ചൈന. വ്യാവസായിക വികസനവും വലിയ ജനസംഖ്യയും കാരണം ചൈനയാണ് നിലവിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്ന രാജ്യം. ഇത് ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന് വലിയ സംഭാവന നൽകുന്നു. ഏത് രാജ്യമാണ് കാർബൺ നെഗറ്റീവ് രാജ്യം എന്ന് അറിയപ്പെടുന്നത്? ഭൂട്ടാൻ. ഭൂട്ടാൻ പുറത്തുവിടുന്നതിനേക്കാൾ കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്യുന്നതിനാൽ കാർബൺ നെഗറ്റീവ് രാജ്യമായി അറിയപ്പെടുന്നു. വനസമ്പത്ത് സംരക്ഷിക്കുന്നതിനും പുനരുപയോഗ ഊർജ്ജം പ്രോത്സാഹിപ്പിക്കുന്നതിനും അവർ പ്രതിജ്ഞാബദ്ധരാണ്. ഐക്യരാഷ്ട്രസഭയുടെ കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ചട്ടക്കൂട് കൺവെൻഷൻ UNFCCC എപ്പോഴാണ് നിലവിൽ വന്നത്? 1994 മാർച്ച് 21. 1992 റിയോ ബൗമ ഉച്ചകോടിയിൽ രൂപീകരിച്ച UNFCCC 1994 മാർച്ച് 21 നിലവിൽ വന്നു. കാലാവസ്ഥാ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള ആഗോള ശ്രമങ്ങളെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണിത്. അൾട്രാവയലറ്റ് രശ്മികളെ ആഗിരണം ചെയ്യുന്ന ഓസോൺ പാളി പ്രധാനമായും ഏത് അന്തരീക്ഷ പാളിയിലാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ പാളിയിലാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്. സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളെ ഇത് ആഗിരണം ചെയ്യുകയും ഭൂമിയിലെ ജീവജാലങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓസോണിന്റെ ഏറ്റവും ഉയർന്ന സാന്ദ്രത എവിടെയാണ് കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയർ. ഭൂമിയുടെ അന്തരീക്ഷത്തിലെ സ്ട്രാറ്റോസ്ഫിയർ പാളിയിലാണ് ഓസോൺ തന്മാത്രകളുടെ ഏറ്റവും ഉയർന്ന സാന്ദ്രത കാണപ്പെടുന്നത്. ഏകദേശം 15 മുതൽ 35 കിലോമീറ്റർ വരെ ഉയരത്തിലാണ് ഈ പാളി വ്യാപിച്ചു കിടക്കുന്നത്. ഓസോൺ പാളിയിലെ വിള്ളലിന് പ്രധാനമായും കാരണമാകുന്ന രാസസംയുക്തങ്ങൾ ഏതാണ്?
ക്ലോറോഫ്ലൂറോകാർബണുകൾ CFCs. ക്ലോറോഫ്ലൂറോകാർബണുകൾ CFCs അന്തരീക്ഷത്തിന്റെ ഉയർന്ന തലങ്ങളിലേക്ക് എത്തുകയും ഓസോൺ തന്മാത്രകളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഓസോൺ പാളിയിലെ വിള്ളലിന് കാരണമാവുകയും അൾട്രാവയലറ്റ് രശ്മികൾ ഭൂമിയിലെത്തുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ക്ലോറോഫ്ലൂറോകാർബണുകൾ CFCs എന്തൊക്കെ ചേർന്നതാണ്? കാർബൺ, ക്ലോറിൻ, ഫ്ലൂറിൻ എന്നീ ആറ്റങ്ങൾ അടങ്ങിയ വിഷമില്ലാത്തതും തീപിടിക്കാത്തതുമായ രാസവസ്തുക്കൾ. ക്ലോറോഫ്ലൂറോകാർബണുകൾ CFCs കാർബൺ, ക്ലോറിൻ, ഫ്ലൂറിൻ എന്നീ മൂലകങ്ങൾ ചേർന്ന രാസസംയുക്തങ്ങളാണ്. റഫ്രിജറേറ്ററുകൾ, എയർ കണ്ടീഷണറുകൾ, സ്പ്രേ പ്രൊപ്പല്ലന്റുകൾ എന്നിവയിൽ ഇവ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു. ഓസോൺ ജീവമണ്ഡലത്തെ എന്തിൽ നിന്നാണ് സംരക്ഷിക്കുന്നത്? അൾട്രാവയലറ്റ് രശ്മികൾ. ഓസോൺ പാളി സൂര്യനിൽ നിന്നുള്ള ദോഷകരമായ അൾട്രാവയലറ്റ് UV രശ്മികളെ ആഗിരണം ചെയ്തുകൊണ്ട് ഭൂമിയിലെ ജീവമണ്ഡലത്തെ സംരക്ഷിക്കുന്നു. ഈ രശ്മികൾ ചർമ്മത്തിലെ അർബുദം, തിമിരം, സസ്യങ്ങൾക്കും സൂക്ഷ്മാണുക്കൾക്കും കേടുപാടുകൾ എന്നിവയ്ക്ക് കാരണമാകും. സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികൾ ഏൽക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ആരോഗ്യപരമായ അപകടം എന്താണ്? ചർമ്മ കാൻസർ. സൂര്യനിൽ നിന്നുള്ള അൾട്രാവയലറ്റ് UV രശ്മികൾക്ക് ചർമ്മകോശങ്ങൾക്ക് കേടുപാടുകൾ വരുത്താനും കാലക്രമേണ ചർമ്മ കാൻസറിന് കാരണമാകാനും കഴിയും. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ സൺസ്ക്രീൻ ഉപയോഗിക്കുകയും സംരക്ഷണം നൽകുന്ന വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നത് ഈ അപകടസാധ്യത കുറയ്ക്കാൻ സഹായിക്കും. ഏറ്റവും വലുതും ആഴമേറിയതുമായ ഓസോൺ പാളിയിലെ ദ്വാരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അന്റാർട്ടിക്കയ്ക്ക് മുകളിൽ. ക്ലോറോഫ്ലൂറോകാർബണുകളുടെ CFCs അമിത ഉപയോഗം, ഹരിതഗൃഹ വാതകങ്ങളുടെ വർധനവ്, അതുല്യമായ ധ്രുവീയ കാലാവസ്ഥാ സാഹചര്യങ്ങൾ എന്നിവയാണ് ഇതിന്റെ പ്രധാന കാരണങ്ങൾ. അന്റാർട്ടിക്കയ്ക്ക് മുകളിലുള്ള ഓസോൺ പാളിയിലെ ദ്വാരം എല്ലാ വർഷവും വസന്തകാലത്ത് പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രതിഭാസമാണ്. ക്ലോറോഫ്ലൂറോകാർബണുകൾ CFCs പോലുള്ള രാസവസ്തുക്കൾ ഓസോൺ പാളിയെ നശിപ്പിക്കുകയും സൂര്യനിൽ നിന്നുള്ള ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളെ ഭൂമിയിലേക്ക് എത്താൻ അനുവദിക്കുകയും ചെയ്യുന്നു. യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് UNCED എർത്ത് സമ്മിറ്റ് എന്നും അറിയപ്പെടുന്നത് എവിടെ, എപ്പോൾ നടന്നു? 1992 ജൂൺ 3 മുതൽ 14 വരെ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന എർത്ത് സമ്മിറ്റ് ആഗോളതലത്തിൽ സുസ്ഥിര വികസനത്തിന് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അടിത്തറയിട്ട ഒരു സുപ്രധാന സമ്മേളനമായിരുന്നു. അജണ്ട 21 ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി കൺവെൻഷൻ, UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് എന്നിവ ഈ ഉച്ചകോടിയുടെ പ്രധാന ഫലങ്ങളിൽപ്പെടുന്നു. ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി JEF എപ്പോഴാണ് സ്ഥാപിക്കപ്പെട്ടത്? അതിന്റെ ലക്ഷ്യമെന്താണ്? 1992 റിയോ എർത്ത് സമ്മിറ്റിന് മുന്നോടിയായി ലോകത്തിലെ ഏറ്റവും വലിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ നേരിടാൻ JEF സ്ഥാപിക്കപ്പെട്ടു. ഗ്ലോബൽ എൻവയോൺമെന്റ് ഫെസിലിറ്റി JEF ഒരു ബഹുമുഖ ധനകാര്യ സംവിധാനമാണ്. ഇത് ആഗോള പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവിധ ഉടമ്പടികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നു. ജൈവ വൈവിധ്യം, കാലാവസ്ഥാ വ്യതിയാനം, അന്താരാഷ്ട്ര ജലം, ഭൂമി ശോഷണം, രാസവസ്തുക്കൾ, മാലിന്യം തുടങ്ങിയ മേഖലകളിൽ ഇത് പ്രവർത്തിക്കുന്നു. 2012 നടന്ന യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് സാധാരണയായി അറിയപ്പെട്ടിരുന്നത് എന്താണ്? Rio+20 അല്ലെങ്കിൽ റിയോ എർത്ത് സമ്മിറ്റ് 2012. 2012 നടന്ന Rio+20 ഉച്ചകോടി 1992 ആദ്യ എർത്ത് സമ്മിറ്റിന്റെ 20ാം വാർഷികമാണ്. സുസ്ഥിര വികസനം, ഹരിത സമ്പദ്വ്യവസ്ഥ, ഗ്രീൻ ഇക്കോണമി, സ്ഥാപനപരമായ ചട്ടക്കൂടുകൾ എന്നിവ ചർച്ച ചെയ്യാൻ ലോക നേതാക്കൾ ഒത്തുചേർന്ന ഒരു പ്രധാന സമ്മേളനമായിരുന്നു ഇത്. നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നീറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എപ്പോഴാണ് അത് സ്ഥാപിക്കപ്പെട്ടത്? മഹാരാഷ്ട്രയിലെ നാഗ്പൂരിലാണ് നീറി സ്ഥിതി ചെയ്യുന്നത്. 1958 സെൻട്രൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CPHERI ഇത് സ്ഥാപിക്കപ്പെട്ടു. നീറി പരിസ്ഥിതി എഞ്ചിനീയറിംഗ് മേഖലയിലെ ഗവേഷണങ്ങൾക്കും വികസനത്തിനും ഊന്നൽ നൽകുന്ന ഒരു പ്രധാന സ്ഥാപനമാണ്. ജലമലിനീകരണം, വായുമലിനീകരണം, മാലിന്യ സംസ്കരണം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് ശാസ്ത്രീയമായ പരിഹാരങ്ങൾ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു.
നാഷണൽ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നീറി ഏത് സംഘടനയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR ഇന്ത്യയിലെ ഒരു പ്രമുഖ ഗവേഷണ വികസന സംഘടനയാണ്. നീറി കൂടാതെ നിരവധി ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ CSIR-ന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഇത് രാജ്യത്തിന്റെ ശാസ്ത്ര സാങ്കേതിക മുന്നേറ്റങ്ങളിൽ വലിയ പങ്ക് വഹിക്കുന്നു. വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ WMO എപ്പോഴാണ് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക ഏജൻസിയായി മാറിയത്? 1951 മാർച്ച് 17. WMO കാലാവസ്ഥാ പ്രവചനം, കാലാവസ്ഥാ നിരീക്ഷണം, ജലശാസ്ത്രം എന്നിവയുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സഹകരണം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്രധാന ഏജൻസിയാണ്. കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിലും ഇത് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. ഗ്രീൻ ഡെവലപ്മെന്റ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? W.M. ആഡംസ്. W.M. ആഡംസിന്റെ ഗ്രീൻ ഡെവലപ്മെന്റ് എന്ന പുസ്തകം സുസ്ഥിര വികസനം, പാരിസ്ഥിതിക നയങ്ങൾ, വികസന സിദ്ധാന്തങ്ങൾ എന്നിവയെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾ നൽകുന്നു. ഇത് പരിസ്ഥിതി പഠനങ്ങളിൽ ഒരു പ്രധാന റഫറൻസ് ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രത്തിന്റെ പേരെന്താണ്? ദക്ഷിൺ ഗംഗോത്രി. ദക്ഷിൺ ഗംഗോത്രി 1983-ൽ സ്ഥാപിക്കപ്പെട്ട ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായിരുന്നു. ഇത് ഇപ്പോൾ ഒരു സപ്ലൈ ബേസും ട്രാൻസിറ്റ് ക്യാമ്പുമായി വർത്തിക്കുന്നു. മൈത്രി 1989, ഭാരതി 2012 എന്നിവയാണ് ഇന്ത്യയുടെ മറ്റ് 2 ഗവേഷണ കേന്ദ്രങ്ങൾ. ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രമായ ദക്ഷിൺ ഗംഗോത്രി എപ്പോഴാണ് നിർമ്മിച്ചത്? 1983 മുതൽ 84 വരെ കാലഘട്ടത്തിൽ. ദക്ഷിൺ ഗംഗോത്രി ഇന്ത്യയുടെ അന്റാർട്ടിക്കയിലെ ആദ്യത്തെ ശാശ്വത ഗവേഷണ കേന്ദ്രമാണ്. 1983 മുതൽ 84 വരെ കാലഘട്ടത്തിൽ ഇന്ത്യൻ അന്റാർട്ടിക് പ്രോഗ്രാമിന്റെ ഭാഗമായാണ് ഇത് സ്ഥാപിച്ചത്. ധ്രുവപ്രദേശത്തെ ശാസ്ത്രീയ പഠനങ്ങൾക്ക് ഇത് വഴിയൊരുക്കി. അജണ്ട 21 എന്താണ്? അജണ്ട 21 എന്നത് 1992-ലെ ഭൗമ ഉച്ചകോടിയിൽ സുസ്ഥിര വികസനത്തിനായി ആഗോള, ദേശീയ, പ്രാദേശിക തലങ്ങളിൽ നടപ്പിലാക്കാൻ അംഗീകരിച്ച ഒരു സമഗ്ര കർമ്മ പദ്ധതിയാണ്. 1992-ൽ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടന്ന ഭൗമ ഉച്ചകോടിയിൽ അംഗീകരിച്ച സുസ്ഥിര വികസനത്തിനായുള്ള ഒരു അന്താരാഷ്ട്ര കർമ്മപദ്ധതിയാണ് അജണ്ട 21. 21ാം നൂറ്റാണ്ടിൽ ലോകത്തെ സുസ്ഥിര വികസനത്തിലേക്ക് നയിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. 1992-ൽ റിയോ ഡി ജനീറോയിൽ നടന്ന യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റിൽ UNCED ഏതൊക്കെ പ്രധാന രേഖകളാണ് അംഗീകരിച്ചത്? അജണ്ട 21 പരിസ്ഥിതിക്കും വികസനത്തിനുമുള്ള റിയോ പ്രഖ്യാപനം, വനങ്ങളുടെ സുസ്ഥിര പരിപാലനത്തിനുള്ള തത്വങ്ങളുടെ പ്രസ്താവന എന്നിവ. 1992-ലെ റിയോ ഭൗമ ഉച്ചകോടി സുസ്ഥിര വികസനത്തിന്റെ ഒരു നാഴികക്കല്ലായിരുന്നു. അജണ്ട 21, റിയോ പ്രഖ്യാപനം, വനസംരക്ഷണ തത്വങ്ങൾ എന്നിവയെല്ലാം പാരിസ്ഥിതിക സംരക്ഷണത്തിനും വികസനത്തിനും വേണ്ടിയുള്ള ആഗോള ശ്രമങ്ങൾക്ക് അടിത്തറയിട്ടു. കാലാവസ്ഥാ വ്യതിയാന സഹകരണത്തിനായി 1992-ൽ സ്ഥാപിച്ച അന്താരാഷ്ട്ര ഉടമ്പടി ഏതാണ്? യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് UNFCCC. 1992-ലെ റിയോ ഭൗമ ഉച്ചകോടിയിൽ അംഗീകരിച്ച UNFCCC കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടാൻ രാജ്യങ്ങളെ സഹായിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ്. ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കുക, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങളുമായി പൊരുത്തപ്പെടുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഏതുതരം ബയോമിലാണ് ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം കാണപ്പെടുന്നത്? ഉഷ്ണമേഖലാ മഴക്കാടുകളിൽ. ഉഷ്ണമേഖലാ മഴക്കാടുകൾക്ക് ഉയർന്ന താപനിലയും ധാരാളം മഴയും ലഭിക്കുന്നതിനാൽ സസ്യങ്ങൾക്കും ജന്തുക്കൾക്കും വളരാനുള്ള അനുകൂല സാഹചര്യമുണ്ട്. ഇത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള പ്രദേശങ്ങളിലൊന്നാണ്. ഭൂമധ്യരേഖയോടുള്ള അടുപ്പമനുസരിച്ച് ജൈവവൈവിധ്യം എങ്ങനെയാണ് സാധാരണയായി മാറുന്നത്? ഭൂമധ്യരേഖയോടടുക്കുമ്പോൾ ജൈവവൈവിധ്യം വർദ്ധിക്കുന്നു. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഉയർന്ന താപനിലയും സ്ഥിരമായ സൂര്യപ്രകാശവും ധാരാളം മഴയും ലഭിക്കുന്നതിനാൽ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വൈവിധ്യം കൂടുതലാണ്.
ധ്രുവപ്രദേശങ്ങളിലേക്ക് പോകുന്തോറും ജൈവവൈവിധ്യം കുറയുന്ന പ്രവണത കാണിക്കുന്നു. ഇന്ത്യയിലെ 4 ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ ഏതൊക്കെയാണ്? ഹിമാലയം, ഇൻഡോ-ബർമ, വടക്കുകിഴക്കൻ ഇന്ത്യയും ആൻഡമാൻ ദ്വീപുകളും, സുന്ദാലാൻഡുകൾ, നിക്കോബാർ ദ്വീപുകൾ, പശ്ചിമഘട്ടം. ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകൾ എന്നത് ഉയർന്ന തദ്ദേശീയ സസ്യജന്തുജാലങ്ങളും ഗുരുതരമായ ആവാസവ്യവസ്ഥാ ഭീഷണികളുമുള്ള പ്രദേശങ്ങളാണ്. ഇന്ത്യയിലെ ഈ 4 ഹോട്ട്സ്പോട്ടുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ജൈവവൈവിധ്യ മേഖലകളാണ്. ജൈവവൈവിധ്യ നഷ്ടത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തായി കണക്കാക്കപ്പെടുന്നു? സ്വാഭാവിക ആവാസവ്യവസ്ഥകളുടെ നാശം. വനനശീകരണം, നഗരവൽക്കരണം, കൃഷി ആവശ്യങ്ങൾക്കുള്ള ഭൂമി മാറ്റം തുടങ്ങിയ മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ജീവികളുടെ സ്വാഭാവിക ആവാസവ്യവസ്ഥകളെ നശിപ്പിക്കുന്നു. ഇത് പല ജീവിവർഗങ്ങളുടെയും വംശനാശത്തിന് കാരണമാവുകയും ജൈവവൈവിധ്യത്തെ ഗുരുതരമായി ബാധിക്കുകയും ചെയ്യുന്നു. വംശനാശഭീഷണി നേരിടുന്ന ജീവികളെ ഏത് പ്രസിദ്ധീകരണത്തിലാണ് പട്ടികപ്പെടുത്തുന്നത്? ഏത് സംഘടനയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത്? വംശനാശഭീഷണി നേരിടുന്ന ജീവികളെ റെഡ് ഡാറ്റ ബുക്കിൽ പട്ടികപ്പെടുത്തുന്നു. ഇത് IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ ആണ് പ്രസിദ്ധീകരിക്കുന്നത്. റെഡ് ഡാറ്റ ബുക്ക് സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും ഫംഗസുകളുടെയും വംശനാശഭീഷണി നേരിടുന്ന സ്പീഷീസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ അടങ്ങിയ ഒരു പ്രധാന രേഖയാണ്. IUCN ആണ് ഇത് തയ്യാറാക്കുകയും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഇത് സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നു. റാംസർ കൺവെൻഷൻ ഏതുതരം സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണവുമായി. 1971-ൽ ഇറാനിലെ റാംസറിൽ വെച്ച് ഒപ്പുവെച്ച ഈ അന്താരാഷ്ട്ര ഉടമ്പടി തണ്ണീർത്തടങ്ങളുടെ സംരക്ഷണത്തിനും സുസ്ഥിരമായ ഉപയോഗത്തിനും ഊന്നൽ നൽകുന്നു. തണ്ണീർത്തടങ്ങൾ ജൈവവൈവിധ്യത്തിനും പാരിസ്ഥിതിക സന്തുലനത്തിനും നിർണായകമായ പങ്ക് വഹിക്കുന്നു. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനം എന്ന് ആഘോഷിക്കപ്പെടുന്നു. എന്തിനെയാണ് ഇത് അനുസ്മരിക്കുന്നത്? എല്ലാ വർഷവും ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം ആഘോഷിക്കുന്നു. 1971 ഫെബ്രുവരി 2 ഇറാനിലെ റാംസറിൽ വെച്ച് തണ്ണീർത്തട ഉടമ്പടി റാംസർ കൺവെൻഷൻ അംഗീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണിത്. ലോക തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2 ആചരിക്കുന്നത് തണ്ണീർത്തടങ്ങളുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കാനും അവയുടെ സംരക്ഷണത്തിനായി പ്രവർത്തിക്കാനും വേണ്ടിയാണ്. 1971-ൽ തണ്ണീർത്തട ഉടമ്പടി റാംസർ കൺവെൻഷൻ നിലവിൽ വന്നത് ആഗോളതലത്തിൽ തണ്ണീർത്തടങ്ങളുടെ ആവാസവ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിൽ ഒരു നാഴികക്കല്ലായിരുന്നു. ഈ ഉടമ്പടി പരിസ്ഥിതി സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ തണ്ണീർത്തടങ്ങൾ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് അവബോധം നൽകുന്നു. ഇന്ത്യയുടെ ജൈവവൈവിധ്യ നിയമം എപ്പോഴാണ് പാസാക്കിയത്? ജൈവവൈവിധ്യ നിയമം 2002-ൽ പാസാക്കി. ഇന്ത്യയുടെ ജൈവവൈവിധ്യ നിയമം 2002-ൽ പാസാക്കിയത് ജൈവവൈവിധ്യത്തിന്റെ സംരക്ഷണം, സുസ്ഥിരമായ ഉപയോഗം, ജനിതക വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള നേട്ടങ്ങൾ പങ്കിടൽ എന്നിവ ലക്ഷ്യമിട്ടാണ്. ജൈവവിഭവങ്ങളുടെ ദുരുപയോഗം തടയുന്നതിനും പരമ്പരാഗത ജ്ഞാനം സംരക്ഷിക്കുന്നതിനും ഈ നിയമം വഴിയൊരുക്കുന്നു. കേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ജൈവവൈവിധ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ ഇത് വ്യവസ്ഥ ചെയ്യുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? ഹരിതഗൃഹ വാതകങ്ങൾ, ഓസോൺ പാളിയുടെ ശോഷണം, വിവിധതരം മലിനീകരണം എന്നിവയാണ് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രധാന കാരണങ്ങൾ. വ്യവസായവൽക്കരണം, ഫോസിൽ ഇന്ധനങ്ങളുടെ അമിതമായ ഉപയോഗം എന്നിവ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ്, മീഥേൻ പോലുള്ള ഹരിതഗൃഹ വാതകങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഇത് ഭൂമിയുടെ താപനില വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു. ഓസോൺ പാളിയുടെ ശോഷണം, വായു ജല മണ്ണ് മലിനീകരണങ്ങൾ എന്നിവയെല്ലാം ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തെ ത്വരിതപ്പെടുത്തുന്ന പ്രധാന ഘടകങ്ങളാണ്. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി നേരിട്ടോ അല്ലാതെയോ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ ആകെ അളവിനെ സൂചിപ്പിക്കുന്ന പദം എന്താണ്? കാർബൺ കാൽപ്പാട്, കാർബൺ ഫുട്പ്രിന്റ്. കാർബൺ കാൽപ്പാട് എന്നത് ഒരു വ്യക്തിയോ സ്ഥാപനമോ ഒരു പ്രദേശമോ ഉത്പാദിപ്പിക്കുന്ന ഹരിതഗൃഹ വാതകങ്ങളുടെ ആകെ അളവാണ്. ഇത് നേരിട്ടുള്ള ഉദ്വമനം, ഉദാഹരണത്തിന് ഇന്ധനം കത്തിക്കുന്നത് വഴി, അല്ലെങ്കിൽ പരോക്ഷമായ ഉദ്വമനം, ഉദാഹരണത്തിന് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലൂടെ എന്നിവയെ സൂചിപ്പിക്കുന്നു. കാർബൺ കാൽപ്പാട് കുറയ്ക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് നിർണായകമാണ്. ആഗോളതാപനം ചെറുക്കുന്നതിനായി ആദ്യമായി കാർബൺ നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് എന്ന്? ന്യൂസിലൻഡ് 2005-ൽ. ആഗോളതാപനത്തെ നേരിടുന്നതിനായി കാർബൺ നികുതി ആദ്യമായി ഏർപ്പെടുത്തിയ രാജ്യങ്ങളിലൊന്നാണ് ന്യൂസിലൻഡ്.
2005 ഇത് നടപ്പിലാക്കിയത്. കാർബൺ നികുതി എന്നത് കാർബൺ ഉദ്വമനത്തിന് ചുമത്തുന്ന ഒരു നിരക്കാണ്. ഇത് വ്യവസായങ്ങളെയും വ്യക്തികളെയും കാർബൺ പുറന്തള്ളുന്നത് കുറയ്ക്കാൻ പ്രേരിപ്പിക്കുകയും അതുവഴി പരിസ്ഥിതി മലിനീകരണം നിയന്ത്രിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ കാലാവസ്ഥാ വ്യതിയാന കർമ്മപദ്ധതി NAPCC പുറത്തിറക്കിയത് എന്ന് 2008 ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ കാലാവസ്ഥാ വ്യതിയാന കർമ്മപദ്ധതി NAPCC 2008 പുറത്തിറക്കി. കാലാവസ്ഥാ വ്യതിയാനത്തെ നേരിടുന്നതിനും അതിനോട് പൊരുത്തപ്പെടുന്നതിനുമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ മാർഗരേഖയാണിത്. സൗരോർജ്ജം, ഊർജ്ജ കാര്യക്ഷമത, ജലസംരക്ഷണം, സുസ്ഥിര കൃഷി തുടങ്ങിയ 8 ദേശീയ ദൗത്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ NGT ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ന്യൂഡൽഹിയിൽ. ദേശീയ ഹരിത ട്രൈബ്യൂണൽ NGT 2010 സ്ഥാപിക്കപ്പെട്ട ഒരു പ്രത്യേക ബോഡിയാണ്. പരിസ്ഥിതി സംരക്ഷണം, വനങ്ങൾ, മറ്റു പ്രകൃതി വിഭവങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ചുമതല. ന്യൂഡൽഹിയിലാണ് ഇതിന്റെ പ്രധാന ആസ്ഥാനം. 2023 മുതൽ 2024 വരെയിലെ സാമ്പത്തിക സർവേ പാർലമെന്റിൽ എപ്പോഴാണ് അവതരിപ്പിച്ചത്? 2024 ജൂലൈ 22. 2023 മുതൽ 2024 വരെ സാമ്പത്തിക സർവേ 2024 ജൂലൈ 22 പാർലമെന്റിൽ അവതരിപ്പിച്ചു. അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിന് മുന്നോടിയായി രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ വിശദമായ അവലോകനം ഇത് നൽകുന്നു.